ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ക്ലാസ്സിൽ സാർ വരുന്നതിനും കുറച്ചു നിമിഷം മുന്നേ. രമു എത്രയൊക്കെ പറഞ്ഞിട്ടും ഉള്ളിൽ നിന്നൊരു വിറയൽ പടർന്നത് ഈ നിമിഷം വരെ അകലാതെയാണ് ക്ലാസ്സിലേക്ക് അന്ന് ആമ്പൽ പോയത്. ആസിയും നൗഫിയും രമുവിനൊപ്പം ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും തലേന്ന് കണ്ടതൊക്കെയും ഒരു സ്വപ്നമാണെന്ന് വിചാരിക്കാൻ ഇപ്പോഴും മനസ്സിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. താൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടും ഇവരൊക്കെ പറയുന്നത് താൻ പകൽക്കാഴ്ച കണ്ടതാണെന്നാ. അല്ലെന്ന് അവരോട് സമർത്ഥിക്കാൻ പാകത്തിലുള്ള തെളിവൊന്നും തൻ്റെ അടുക്കലായി ഇല്ല താനും. പക്ഷേ എന്നിട്ടും അതൊന്നും സ്വപ്നമെന്ന് വിശ്വസിക്കാൻ മനസ്സുകൊണ്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ തന്നെ എങ്ങനെയാ സമ്മതിക്കുക? ഒക്കെയും താൻ കൺമുന്നിൽ കണ്ടതല്ലേ? ആ ഗന്ധം ഇത്രയും അടുത്ത് താൻ അറിഞ്ഞതല്ലേ? ശരീരത്തിൽ ഇപ്പോഴും എവിടെയൊക്കെയോ ആ കൈവിരലുകളുടെ ചൂട് തനിക്കറിയാൻ പറ്റുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ വേണ്ടി വരിഞ്ഞു മുറുകിയ രോമക്കാടുകളിലെ ഒന്ന് രണ്ട് രോമം ഇപ്പോഴും കൈവെള്ളയിൽ ഇരിക്കുന്ന പോലെ. ആമ്പലു വിയർപ്പി തങ്ങി നിൽക്കുന്ന തൻ്റെ കുഞ്ഞി കൈവെള്ള വെറുതെ ഒന്ന് തുറന്നു നോക്കി, ഒന്നുറപ്പിക്കാൻ വേണ്ടി മാത്രം. ആ നിശ്വാസം ഇപ്പോഴും കവിളിൽ വന്ന് തട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. പൊതിഞ്ഞു പിടിച്ചപ്പോൾ ഒരു കുരുവിക്കുഞ്ഞിലും ചെറുതായി താൻ ആ കൈപ്പത്തിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നതായി തനിക്കല്ലാതെ മറ്റാർക്കാണ് അറിയാൻ പറ്റുന്നത്? അപ്പോഴും ഇതൊന്നും മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ തനിക്കറിയില്ല. തൻ്റെ മനസ്സൊന്നിടറിയാൽ മനസ്സിലാവുന്നവർക്ക് പോലും താൻ പറയുന്നത് ഇപ്പോൾ മനസ്സിലാകുന്നില്ല. അവർക്കൊപ്പം പലതും കേട്ട് മുന്നോട്ട് നടക്കുമ്പോഴും ഓരോ നിമിഷവും മനസ്സുകൊണ്ടവൾ തളർന്നു ഭൂമിയോളം നിലത്തേക്ക് പോവുകയായിരുന്നു. ശരീരത്തിൻ്റെ ആയാസം തീർക്കുന്നതിലുമപ്പുറം ക്ഷീണമാണ് മനസ്സ് മടിച്ചാലെന്ന് ആ നിമിഷം ആമ്പലുവിന് തോന്നി. അങ്ങനെ ഒരവസ്ഥയിലാണ് ക്ലാസ്സിലേക്ക് വന്ന് കയറിയത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മുന്നിലത്തെ ബെഞ്ചുകളിൽ അത്യാവശ്യം നീളം കുറഞ്ഞവരെങ്കിലും പഠിത്തത്തിൽ വളരെ മുൻപന്തിയിലായിരിക്കുന്ന 5 പേര് വെച്ചാണ് ഇരുത്തം. ആമ്പലുവിൻ്റെ സ്ഥാനം രണ്ടാമത്തെ ബെഞ്ചിൽ രണ്ടാമതായാണ്. ആദ്യം ഇരിക്കുക എന്ന് വെച്ചാൽ സാറന്മാരുടെ എല്ലാം നോട്ടപ്പുള്ളി ആവുക എന്നാണല്ലോ. കാരണം ആര് ചോദ്യം ചോദിച്ചാലും അറ്റത്തിരിക്കുന്നവരോടല്ലേ ആദ്യം ചോദിക്കുക. അല്ലെങ്കിൽ തന്നെ എല്ലാത്തിനോടും പേടിയുള്ളവളെ രമു അറ്റത്തായി ഇരുത്താറുമില്ല. അവൾ പറയുന്നത് ഒരു കൂട്ടുകാരി എന്ന നിലയിൽ അവൾ ആമ്പലിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ത്യാഗം ആദ്യം ഇരിക്കുക എന്ന ഈ പ്രവൃത്തിയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് വേണ്ട, ഇടയ്ക്കെങ്ങാനും ഇരിക്കാമെന്ന് വെച്ചാലോ? രമുവിനെ കൊണ്ടത് സാധിക്കത്തുമില്ല. കാരണം ഇടയ്ക്കൊക്കെ കയറിയിരുന്നാൽ ഓരോ നിമിഷവും പുറത്തേക്ക് ചാടിയിറങ്ങാൻ പറ്റില്ലല്ലോ. അതിനു പകരം അറ്റത്തിരുന്നാൽ എപ്പോൾ വേണമെങ്കിലും ചാടി ഇറങ്ങിപ്പോകാം. പിന്നെ ഇടയ്ക്കിടെയുള്ള ചോദ്യം ചോദിപ്പ്, അതിന് അവൾ വലിയ ഇമ്പോർട്ടൻസ് അങ്ങനെ കൊടുക്കുന്നില്ല. ഇന്നും അങ്ങനെയാണ് വന്നിരുന്നത്. സാധാരണയിൽ നിന്ന് ഇത്തിരി നേരം മുന്നേ വന്നതുകൊണ്ട് ബെഞ്ചിലിരുന്നപ്പോൾ അവളും തൻ്റെ ഇപ്പുറത്തിരിക്കുന്ന സ്മിതയും കൂടി ഇന്നലത്തേൻ്റെ ബാക്കി നിർത്തിയിട്ടിരുന്നതിൽ നിന്നും പേന തട്ടിത്തെറിപ്പിക്കുന്ന കളി വീണ്ടും തുടങ്ങി. അന്ന് 2 ദിവസമേ ആയുള്ളൂ ഈ കളി ഇപ്പോൾ ക്ലാസ്സിലിറങ്ങിയിട്ട്. 2 പേരിൽ തമ്മിൽ പേനയുടെ ക്യാപ്പിലടിക്കും. ആര് ഫോഴ്സിൽ അടിക്കുന്നോ അവരുടെ പേന താഴെ വീഴും. അങ്ങനെ ആരുടെ പേനയാണ് താഴെ വീഴുന്നത് അവർ തോൽക്കും. തോൽക്കുന്നയാൾ ജയിക്കുന്നയാൾക്ക് സിപ്പപ്പ് വാങ്ങിക്കൊടുക്കണം. ഇതാണ് കളി. സംഭവം പുതുതായി ഇറങ്ങിയത് കൊണ്ട് തന്നെ രമുവിന് അതത്ര വശം പോരാ. ഇന്നലെ അങ്ങനെ ആശാട്ടിയുടെ കയ്യിൽ നിന്നും 2 സിപ്പപ്പിൻ്റെ കാശാണ് പോയത്. അത് തിരിച്ചു പിടിക്കാനാണ് ഇന്ന് വന്നപ്പോൾ തന്നെ ഉശിരം കാട്ടി കളിക്കാനിറങ്ങിയത്. കളി തുടങ്ങി ഇത്തിരി കഴിഞ്ഞതും ആമ്പലിന് ദേഷ്യം വരാൻ തുടങ്ങി. അവളുടെ അപ്പുറം ഇപ്പുറം ഇരുന്നുള്ള ഈ കളിയിൽ അവളുടെ പേനയാണ് മിക്കപ്പോഴും താഴെ വീഴുന്നത്. 3-4 തവണ കുനിഞ്ഞുപോയി എടുത്തു. ഡെസ്കിന് താഴെ അറ്റത്ത് വീണാൽ എടുക്കാൻ നല്ല പാടമാണ്. അവിടേക്കാ 2 പെണ്ണുങ്ങളും പേന തള്ളിയിടുന്നത്. കുറേ നേരം കഴിഞ്ഞിട്ടും 2 എണ്ണവും നിർത്തുന്നില്ലെന്ന് കണ്ടതും ആമ്പലി എഴുന്നേറ്റ് രമുവിനെ സ്മിതയുടെ അടുക്കിലേക്ക് പിടിച്ചിരുത്തി അറ്റത്ത് വന്നിരുന്നു. കളിച്ചു കഴിയുമ്പോൾ ഞാൻ നടുക്ക് വരാം. എനിക്ക് വയ്യ 2ൻ്റെയും ഇടയും ഇങ്ങനെ കൊള്ളാനും പേന പെറുക്കാനും. ആ അത് മതി പറഞ്ഞുകൊണ്ട് രമു പൂർവാധികം ശക്തിയോടെ വീണ്ടും കളിക്കാൻ തുടങ്ങി. കളിച്ച് ആവേശം മൂത്തുവന്ന സമയത്താണ് ഫൈനൽ ബെൽ അടിക്കുന്നത്. രമു, ഇപ്പോൾ ടീച്ചർ വരും, മതി, നിർത്ത് കളി. ഇടി നിർത്തി, ഇത് ലാസ്റ്റ് കളിയാണ്. രമു മതി, ഇപ്പോൾ ടീച്ചർ വരും, നീ ഇറങ്ങിക്കേ, ഞാൻ അകത്തോട്ട് കയറട്ടെ. ഇടി പ്ലീസ്, ഇതോടെ കഴിഞ്ഞു, ദാ ഇപ്പോൾ തീരും. പറഞ്ഞുകൊണ്ട് രമു തട്ടിത്തെറിപ്പിച്ചത് ആമ്പലിൻ്റെ പേനയാണ്. അത് ചെന്ന് വീണത് കൃത്യം ഡെസ്കിൻ്റെ അടിയിലും. രമു! ദേഷ്യം പിടിച്ച് രമുവിനെ നോക്കി പല്ല് കടിച്ച് ആമ്പൽ കുനിഞ്ഞ് പേന തപ്പും നേരമാണ് പുതിയ സാർ ക്ലാസ്സിലേക്ക് വരുന്നത്. ഫസ്റ്റ് അവർ തന്നെ ഫിസിക്സ് ആയതുകൊണ്ട് പുതിയ ടീച്ചറിനെയും പ്രതീക്ഷിച്ച് വാതിലിലേക്ക് നോക്കിയിരുന്നവർക്ക് മുന്നിലേക്ക് വൈറ്റ് ഷർട്ടും ബ്ലൂ ഡെനിമും ഇട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വലിയൊരു ബുക്കുമായി അയാൾ കയറി വന്നു. 6 അടിയോളം എത്തുന്ന ഒരു സുന്ദരൻ.
ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ആകർഷിക്കുന്ന പോലെ രൂപമുള്ള ഒരാൾ. മുന്നിൽ നിൽക്കുന്ന ചുള്ളനെ കണ്ട് പെൺകുട്ടികളുടെ മുഴുവനും കണ്ണുകൾ വിടർന്നപ്പോൾ ഏതോ സുന്ദരി ടീച്ചറിനെ പ്രതീക്ഷിച്ചിരുന്ന ആൺകുട്ടികൾ അനൂപിനെ ദഹിപ്പിച്ചു നോക്കി. കാരണം ഇത്തിരി മുന്നേ അവനല്ലേ ഫിസിക്സിന് ഒരു കിടിലൻ ടീച്ചർ വരുമെന്ന് അനൗൺസ് ചെയ്തത്. എന്നാൽ കൺമുന്നിൽ കാണുന്നത് സത്യമാണോ അതോ മായയാണോ എന്ന് വിശ്വസിക്കാൻ കഴിയാതെ കണ്ണും തള്ളി നിന്ന രമ്യയുടെ കണ്ണുകൾ പെട്ടെന്ന് തേടിയത് ആമ്പലുവിനെയാണ്. നോക്കുമ്പോൾ താഴെ വീണ പേന ഡെസ്കിനടിയിൽ കുനിഞ്ഞിരുന്നെടുക്കുകയാണ് ആമ്പൽ. അകത്തേക്ക് കയറി വന്നയാൾ കയ്യിലിരുന്ന ബുക്ക് മേശമുകളിലേക്ക് വെച്ച് അതിന് മുന്നിലേക്ക് കയറി മേശയിൽ ചാരിയിരുന്നു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, സിറ്റ് ഡൗൺ. എഴുന്നേറ്റ് നിന്ന കുട്ടികൾ മുഴുവനും സീറ്റിലേക്കിരുന്നു. ഹായ്, ഞാൻ നിങ്ങളുടെ പുതിയ ഫിസിക്സ് സാറാണ്. എൻ്റെ പേര്. ക്ലാസ്സിലാകെ കണ്ണ് പായിച്ചവൻ പേര് പറയാൻ തുടങ്ങുമ്പോഴാണ് താഴെയങ്ങ് മൂലയ്ക്ക് കിടന്ന പേനയും എടുത്ത് ആമ്പൽ എഴുന്നേൽക്കുന്നത്. ക്ലാസ്സിൽ സാറ് വന്നു എന്നുള്ള വെപ്രാളത്തിൽ വേഗത്തിൽ എഴുന്നേറ്റതും അവളുടെ തല പോയി ഡെസ്കിലിടിച്ചു. അമ്മേ! അത്രയും നിശബ്ദതയിൽ കേട്ട ഇടിയും ആ വിളിയും എല്ലാവരും നല്ലോണം കേട്ടു. ഒപ്പം മുന്നിൽ നിന്നവൻ ഓടി അവിടേക്ക് ചെല്ലുകയും ചെയ്തു. ഏയ്, വാട്ട് ഹാപ്പൻ? എന്തു പറ്റി? ഉച്ചിയിൽ കൈവച്ച് കുനിഞ്ഞു നിന്നവളെ നോക്കിയത് ചോദിക്കുമ്പോഴും വേദന കൊണ്ടവൾ കുനിഞ്ഞു നിന്ന് വിമ്മിയതല്ലാതെ ഒരു വാക്ക് മിണ്ടിയില്ല. എടോ, താൻ ഓക്കെയല്ലേ? ഇയാളൊന്ന് ചോദിച്ചേ. മുന്നിൽ നിൽക്കുന്നവൾ കുനിഞ്ഞു നിൽക്കുന്നതല്ലാതെ മറുപടി പറയുന്നില്ലെന്ന് കണ്ടതും അവൻ പിന്നെയും ചോദിച്ചു. ഒപ്പം മുന്നിലിരിക്കുന്ന കുട്ടിയോട് ചോദിക്കാനും പറഞ്ഞു. അമ്പലൊന്ന് നോക്കിയേ, നീ തലയൊന്ന് കാണിച്ചേ, മുറിഞ്ഞോന്ന് നോക്കട്ടെ. ആമ്പലേ, രമ്യ നീ ഒന്ന് നോക്കി എന്തേലും പറ്റിയോന്ന്. ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനൊന്നുമില്ല. ആത്മകഥ പോലെ പറഞ്ഞുകൊണ്ട് രമു മുഖം പൊത്തി. രമ്യ, ആമ്പലിനെ നോക്കിയേ. അനഘ ഇത്തിരി ഒച്ചയെടുത്ത് പറഞ്ഞതും രമ്യ എഴുന്നേറ്റ് ആമ്പലിൻ്റെ കൈയൊന്ന് പിടിച്ചു. ഒപ്പം മുന്നിൽ നിൽക്കുന്നവനിലൊരു നോട്ടവും. അവിടെയും പൂർണ്ണമായും ഞെട്ടൽ മാത്രമാണ്. കണ്ണുകൾ തങ്ങൾ രണ്ടുപേരിലുമായി മാറി മാറി പായുന്നു. തൊട്ടു മുന്നിൽ നിൽക്കുന്നവളുടെ മുഖം ആൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് ഇതിനോടകം തന്നെ ആ മുഖത്തുനിന്ന് വ്യക്തമായി അറിയാം. അപ്പോഴും ഉദ്ദേശിച്ച ആളാണോ എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പകപ്പുണ്ട് അവിടെ. അതൊക്കെയും പിന്നെയും സഹിക്കാം. പക്ഷേ ഈ ഒപ്പം നിൽക്കുന്നവൾ മുന്നിൽ നിൽക്കുന്നതിനെ കണ്ടാൽ ഓർക്കും തോറും രമുവിൻ്റെ ഉള്ളു പിടയ്ക്കാൻ തുടങ്ങി. ആമ്പലേ! അനഘയുടെ വിളിയിലാണ് രമ്യ അവനിൽ നിന്നും കണ്ണു മാറ്റിയത്. തല മുറിഞ്ഞോ നിന്റെ? ഇല്ല. പയ്യെ കാറ്റുപോലെ ആ സ്വരമെത്തി. എന്നാലും ഒന്ന് നോക്കട്ടെ. അനഘ അവൾക്കരികിലേക്ക് ചെന്ന് നിന്ന് നോക്കി. ചെറുതായി മുഴിച്ചിട്ടുണ്ട്. മുറിഞ്ഞോന്നറിയില്ല സർ, സാറൊന്ന് നോക്കുമോ? അനഘ തിരിഞ്ഞു നിന്ന് സാറിനോടായി പറഞ്ഞു. ആൾക്ക് പൊക്കം നല്ലോണം കുറവാണ്, കാണുന്നുണ്ടായിരുന്നില്ല. വേണ്ട, കുഴപ്പമൊന്നുമില്ല. കൂർത്തു നിന്ന ഡെസ്കിൻ്റെ അഗ്രം ഇടിച്ചപ്പോഴുണ്ടായ ഉച്ചിയിലെ വേദനയിൽ അപ്പോഴും കണ്ണും പൂട്ടി നിന്നവൾ പെട്ടെന്ന് കയറി വേണ്ടെന്ന് പറഞ്ഞു. അല്ല ആമ്പലേ, നോക്കട്ടെ. സാർ ഒന്ന് നോക്കുമോ? മൂളിക്കൊണ്ടവൻ അവൾക്കടുത്തേക്ക് ചെന്ന് നിന്ന് തലയൊന്ന് മുന്നിലേക്ക് പിടിച്ചു നോക്കി. തീർന്നു. രമു തലയ്ക്ക് കയ്യും വെച്ച് മെല്ലെ പറഞ്ഞു. ചെറിയ രീതിയിൽ തൊലി പോയിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ട് വലിയ പ്രശ്നം തോന്നുന്നില്ല. അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അതേസമയം ഒരിക്കൽ കൂടി തന്നിലേക്കെത്തിയ ഗന്ധം തിരിച്ചറിയുകയായിരുന്നു ആമ്പൽ. മുറിഞ്ഞത് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ അവൻ അല്പം കൂടി ചേർന്ന് നിന്നതും അവൾ പിന്നിലേക്ക് വേച്ചുപോയി. താഴേക്ക് വീണ് കളയല്ലേ അമലു? അവൾക്ക് കേൾക്കാൻ പാകത്തിന് ആ സ്വരം കൂടി പയ്യനെ കേട്ടതും ബലം നഷ്ടമായ പോലെ ആമ്പൽ താഴേക്ക് പോയി. അതറിഞ്ഞെന്ന പോലെ പെട്ടെന്ന് അവനവളെ ചേർത്തു പിടിച്ചു. ആമ്പലു! വിളിയോടൊപ്പം രമു അവളെ വട്ടം പിടിച്ച് ബെഞ്ചിലേക്കിരുത്തി. ആമ്പലു, എടി! ചടഞ്ഞിരുന്നവളെ രണ്ട് കവിളിലും തട്ടി വിളിക്കുമ്പോഴേക്കും രമുവിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ആമ്പലു! ഇടറിയ ആ വിളിയിൽ ആമ്പൽ തല ഉയർത്തി അവളെ നോക്കി. അവിടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഒന്നുമില്ല. കേട്ടല്ലോ ആമ്പലു, ഒന്നുമില്ല. ഞാനുണ്ട് കൂടെ. ആരും നിന്നെ ഒന്നും പറയില്ല. അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചത് രമു അത് പറയുമ്പോൾ കാര്യമൊന്നും ചുറ്റും കൂടി നിന്നവർക്ക് മനസ്സിലായില്ലെങ്കിലും കേൾക്കേണ്ടയാൾ ഒക്കെയും കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ 1000 തവണ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി ദഹിപ്പിക്കാനും രമ്യ മറന്നില്ല. അതെ, എല്ലാവരും കൂടി എന്തിനാ ഇങ്ങനെ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നേ? അവക്കിത്തിരി ശ്വാസം എടുക്കാൻ സ്പേസ് കൊടുക്കും പിള്ളേരെ. ആമ്പലിന് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പോയി സീറ്റിലിരുന്നേ. പോയേ. നൗഫി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതും പിള്ളേരൊക്കെ ആമ്പലിനെ നോക്കി തങ്ങളുടെ സ്ഥലത്ത് വന്നിരുന്നു. അതെ പിള്ളേരെ, നമ്മുടെ ക്ലാസ്സിലോട്ടൊരു പുതിയ സാറ് വന്നിട്ട് നമ്മളൊക്കെ ആളെ നോക്കാതെ ഇങ്ങനെ അവിടെ ഇവിടെ നോക്കി നിന്നാൽ വന്ന ഈ സാറിന് വല്ലാത്ത വിഷമം വരില്ലേ? അതുകൊണ്ട് എല്ലാവരും കൂട്ടം കൂടി നിൽക്കാതെ ഒഴിഞ്ഞു പോയേ. ബേം. ആസിയും കൂടി കൈകൊട്ടി പറഞ്ഞതും
പിള്ളേരൊക്കെ ചിരിയോടെ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ അപ്പോൾ സാറേ, സാറ് നിർത്തിയെടുത്തു നിന്ന് തുടങ്ങിക്കോ. സാർ ഞങ്ങളുടെ പുതിയ ഫിസിക്സ് ടീച്ചറാണ്. പേര്? എല്ലാവരും അവൻ്റെ പേര് കേൾക്കാനായി ആ മുഖത്തേക്ക് നോക്കിയതും കയ്യിലിരുന്ന വെള്ള കർച്ചീഫിൽ മുഖം തുടച്ചവൻ നേരെ നിന്നു. കണ്ണുകൾ മറ്റാരിലും പായാതെ ഒരാളിലേക്ക് മാത്രം മുടക്കി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഏതൻ, ഏതൻ ഹാരൻ മഹാലക്ഷ്മി. പേര് കേട്ടതും ക്ലാസ് മുഴുവനും ഒരു നിമിഷം നിശബ്ദമായി. എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ മാത്രമായി തറഞ്ഞു നിന്നു. ചില കണ്ണുകളിൽ അമ്പരപ്പാണയിൽ, മറ്റു ചിലതിൽ ഇങ്ങനെയൊരു പേരോ എന്നുള്ള ചോദ്യമാണ്. പക്ഷേ പെൺകുട്ടികൾ കൂടുതൽ പേരിലും ആരാധനയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ലാത്തൊരു പകപ്പിലായിരുന്നു നൗഫി. സർ, സാറിൻ്റെ പേര് ഏതൻ മഹാലക്ഷ്മി എന്ന് ഉറപ്പാണോ? അത് കേട്ടതും ഏതനൊപ്പം തന്നെ ബാക്കിയുള്ളവരും ഇവൻ എന്ത് ഗോത്താഴുത ചോദ്യമാ ചോദിക്കുന്നതെന്നുള്ള ഭാവത്തിൽ നൗഫിയെ ചുഴിഞ്ഞു നോക്കി. ഇയാളുടെ പേരെന്താ? ഏതൻ നടന്ന് നൗഫിയുടെ ബെഞ്ചിനടുത്തേക്ക് ചെന്നു. ഞാനല്ലേ ആദ്യം ചോദിച്ചേ, അപ്പോൾ സാറ് പറ. അവൻ്റെ മുഖത്ത് നോക്കിയുള്ള കണ്ണുകുറിപ്പിക്കൽ കണ്ടതും ഏതന് ചിരിയാണ് വന്നത്. ശരിയാവട്ടെ, എൻ്റെ പേര് ഏതൻ. മുഴുവൻ പേര് ഏതൻ ഹാരൻ മഹാലക്ഷ്മി. എന്തേ, മതിയോ? ഏതൻ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേ നൗഫിയുടെ കണ്ണുകൾ പോയത് ആമ്പലിൻ്റെയും രമ്യയുടെയും ബെഞ്ചിലേക്കാണ്. അവിടെ രണ്ടും കുനിഞ്ഞിരിക്കുന്ന കണ്ടപ്പോഴേ നൗഫിയുടെ മുഖം കടുത്തു. അതേ ദേഷ്യത്തിലാണ് അവൻ ഏതനെ നോക്കിയതും. ഇതേ സമയം ഏതനും മുന്നിൽ നിൽക്കുന്നവനെ മാറ്റങ്ങൾ നോക്കിക്കാണുകയായിരുന്നു. കുറച്ചു മുൻപ് തമാശ പറഞ്ഞ് തന്നെ നോക്കിയവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ ഉള്ളത് ദേഷ്യം മാത്രമാണ്. അതിനുള്ള കാരണം ഏറെക്കുറെ ഇപ്പോൾ ഊഹമുണ്ട്. ആമ്പലിൻ്റെയും രമ്യയുടെയും അടുക്കൽ നിന്ന് മടങ്ങി വരാത്ത കണ്ണുമായി നിൽക്കുന്നവനെ നോക്കി ഏതൻ ഒന്ന് നിശ്വസിച്ചു. ഹലോ. അവൻ്റെ തോളിലും തട്ടി വിളിച്ചതും ഞെട്ടിയ പോലെ അവൻ ആ തോള് വെട്ടിച്ച് അവനെ ദേഷ്യം പിടിച്ച് നോക്കിയിരുന്നു. ഏതനും പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ തിരിച്ചു വന്ന് മേശക്കരികിലേക്ക് നിന്നു. അപ്പോൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമല്ലേ? സോ നമുക്ക് പോർഷൻസ് ഒന്ന് തുടങ്ങി വെക്കാം. സോ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. അതായത് ഇലക്ട്രിക് കൺസെൻറ്റ് വരുന്ന ഭാഗം. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി? എനിവൺ? ചോദ്യം കേൾക്കാൻ കാത്തിരുന്ന പോലെ അനഘ ചാടി എഴുന്നേറ്റു. സർ? യെസ്. ഇറ്റ് ഈസ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ചാർജസ്. ഗുഡ്. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ ഇരിക്കാൻ കൈ കാണിച്ചു. മറ്റാരേക്കാളും മുന്നേ സാറിന് മുന്നിൽ ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരം അനഘയ്ക്ക് മോശമില്ലാത്ത ഒരു തലക്കനം ആ നിമിഷം കൊണ്ട് നേടിക്കൊടുത്തു. അങ്ങനെയെങ്കിൽ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? സർ? 3-4 പെൺകുട്ടികൾ ഒരുപോലെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. ആഹാ, എൻ്റെ ക്ലാസ് ഒരു കൂട്ടം സ്റ്റുഡൻസിൻ്റെ ക്ലാസ് ആണല്ലോ. ചിരിച്ചുകൊണ്ട് ഏതൻ എല്ലാവരെയും നോക്കുമ്പോഴും 1000 തവണ അവൻ്റെ കണ്ണുകൾ പോയത് മുഴുവനും ഭൂമിയിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചു വെച്ചിരുന്ന ഒരുവളിലായിരുന്നു. ആമ്പലും അത് കാണുന്നില്ലായിരുന്നെങ്കിലും അതുമാത്രം നോക്കി നിന്ന രണ്ടുകൾ ഓരോ തവണയും അവൻ്റെ നോട്ടം വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. ദേഷ്യം കൊണ്ട് രമുവിൻ്റെ മുഖം ചുവന്നെങ്കിൽ ഉള്ളിലുള്ള അമർഷം സഹിക്കാൻ വയ്യാതെ നൗഫി ബുക്ക് നിറയെ കുത്തി വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നൗഫി, ഇതെന്താണെടാ നീ കാണിക്കുന്നേ? എടാ, ഇത് പുതിയ ബുക്കാ. ഏതെങ്കിലും ഒരു പേജിൽ എഴുതിയിട്ട് പിന്നെ നീ എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്ക്. അല്ലാതെ ചുമ്മാ ബുക്ക് വലിച്ചു വാരി കളയല്ലേ. അവൻ്റെ മുന്നിൽ നിന്ന് ബുക്കും പേനയും തട്ടി മാറ്റി ആസി നൗഫിയുടെ നേരെ ദേഷ്യപ്പെടുമ്പോഴും അവൻ്റെ മുഖത്ത് നോക്കാതെ അതേ പേജിൽ വീണ്ടും വരയും കുറിയും ഇട്ടുകൊണ്ടിരുന്നു നൗഫി, സാറ് ശ്രദ്ധിക്കുന്നുണ്ട്. നീ അടങ്ങിയിരിക്കുന്നുണ്ടോ? വെറുതെ അങ്ങേരുടെ ആദ്യ ക്ലാസ്സിൽ തന്നെ പുറത്തു പോകാൻ നിൽക്കണ്ട. അങ്ങേർക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇറക്കി വിടാൻ നോക്കട്ടെ, ബാക്കി പിന്നെയാ. മുരളുന്ന പോലെ ദേഷ്യത്തോടെ നൗഫി ആസിയെ കടുപ്പിച്ച് നോക്കി. എന്താടാ നൗഫി, എന്താ പ്രശ്നം? നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് മുന്നിൽ 6 അടി പൊക്കത്തിൽ നിൽക്കുന്നത്. മുന്നിൽ നിൽക്കുന്നതോ? ആര്? ഏതൻ സാറോ? ഏതനല്ല, രാവണനാ. രാവണനോ? ദേ നൗഫി, ചുമ്മാ പിച്ചും പേയും പറയാതെ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ നീ കാര്യങ്ങൾ പറയുന്നുണ്ടോ? എടാ ഇതാടാ ആമ്പല് പറയുന്ന രാവണൻ. രാവണൻ? അവൻ്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി. ഏതൻ സാറോ? ഏതനല്ല, പൂവൻ, കൊരങ്ങൻ. ദേഷ്യം സഹിക്കാൻ പറ്റാതെ പറഞ്ഞതുകൊണ്ടാവാം അവസാനം പറഞ്ഞ കുരങ്ങൻ ക്ലാസ്സിൽ മുഴുവനും കേട്ടു. ഏതനം. എന്താ അവിടെ? ആർക്കാ ഇപ്പോൾ സ്വന്തം പേര് ഓർമ്മ വന്നത്? അല്പം സരസമായി ഏതൻ ചോദിച്ചതും ക്ലാസ് മുഴുവനും ചിരിച്ചു. അതോടെ കണ്ടതും നൗഫിയുടെ കുരു പൊട്ടി. ദേഷ്യത്തോടെ എഴുന്നേറ്റ് എന്തോ മറുപടി പറയാൻ പോയവനെ അത്യാവശ്യം കഷ്ടപ്പെട്ടാണ് ആസി ആ ബെഞ്ചിൽ തന്നെ പിടിച്ചിരുത്തിയത്. നൗഫൽ, ചുമ്മാ അടങ്ങിയിരി,
വെറുതെ കയറി ആദ്യ ക്ലാസ്സിൽ തന്നെ സാറിനോട് കോർക്കാൻ നിൽക്കണ്ട. ആസി അത്യാവശ്യം നന്നായി കഷ്ടപ്പെട്ടാണ് നൗഫിയെ അവിടെ തന്നെ പിടിച്ചിരുത്തിയത്. ഇത്തിരി നേരം കഴിഞ്ഞിട്ടും നൗഫിയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഇല്ലെന്ന് കണ്ടതും ഒരു നനത്ത പുഞ്ചിരിയോടെ തന്നെ ഏതൻ ബാക്കി ക്ലാസ്സിന് നേരെ തിരിഞ്ഞു. ഇതിനിടയിൽ ഇലക്ട്രോഡൈനാമിക്സ്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നുപോയി. ഓരോന്നോരോന്നായി അവൻ ക്ലാസ്സിൽ പറയുമ്പോഴും ഒരുവൾ മാത്രം ഇതൊന്നും കേൾക്കാതെ വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു ട്യൂഷൻ മുറിയിലിരുന്ന് 500 വട്ടം തികയ്ക്കാനുള്ള എംപോസിഷൻ എഴുതുകയായിരുന്നു. ബെല്ലടിച്ചതും ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ ഏതൻ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി. അപ്പോഴും അവൻ്റെ കണ്ണുകൾ ആമ്പലിനെ തേടി പോകാതിരുന്നില്ല. അത് കണ്ടെന്ന പോലെ രമു ആമ്പലിനെ മറച്ചുകൊണ്ട് അല്പം മുന്നിലേക്ക് ചാഞ്ഞിരുന്നു. ഒരു നിമിഷം ഏതൻ തലയൊന്ന് വെട്ടിച്ച് പുറത്തേക്കിറങ്ങി. അപ്പോൾ പോലും ഇടം കണ്ണാൽ ആമ്പലൂനെ ഒരിക്കൽ കൂടി നോക്കാൻ അവൻ മറന്നില്ല. പിന്നത്തെ ക്ലാസ് ഏതൻ്റെ ആയിരുന്നില്ല. ആ സമയം കൊണ്ട് സ്റ്റാഫ് റൂമിലെ ഏതോ സ്റ്റാഫായിട്ടും ഏകദേശമായൊരു പരിചയം അവനായി. അപ്പോഴേക്കും ഇൻ്റർവെല്ലിനുള്ള ബെല്ലടിച്ചു. നമുക്കിവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട് ഏതൻ. ആണോ ടീച്ചർ, എവിടെയാ? പ്രായത്തിൽ മുതിർന്ന ലെന ടീച്ചറിനെ ആദ്യമേ ഏതൻ ശ്രദ്ധിച്ചിരുന്നു. പരിചയപ്പെടുമ്പോൾ തന്നെ ഭയങ്കര വാത്സല്യത്തോടെ പെരുമാറിയ ടീച്ചറിന് അപ്പോൾ തന്നെ വളരെ ഇഷ്ടമാവുകയും ചെയ്തു. വരുന്നോ? ഞാൻ അങ്ങോട്ടാ. ടീച്ചർക്കപ്പോൾ ഇനി ക്ലാസ് ഇല്ലേ? ഇല്ല, അടുത്ത 2 അവറും ഞാൻ ഫ്രീയാ. ടീച്ചറുടെ ഭരണകൂടീരം ആണോട്ടോ ഏതൻ ലൈബ്രറി. ഇതിനോടകം കൂട്ടായ അനൂപിൻ്റെ ഒച്ച കേട്ടതും ഏതൻ അവിടേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ടീച്ചർക്കൊപ്പം നടന്നു. സാധാരണ ലെന ടീച്ചർ ആരെയും അടുപ്പിക്കാത്തതാണല്ലോ ഷീല ടീച്ചറെ, ഇതിപ്പോൾ എന്തു പറ്റിയോ ആവോ? അതാ അനൂപെ ഞാനും നോക്കിയത്. ചിലരോട് ചിലർക്ക് പെട്ടെന്നൊരു ഇഷ്ടം വരുമല്ലോ. ഹാ, അതാകും ചിലപ്പോൾ. അനൂപും ശരിവെച്ചു. കോറിഡോറിലൂടെ നടക്കുമ്പോൾ ഏതനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നും ചോദിച്ചാണ് ടീച്ചർ നടന്നത്. അപ്പോൾ തിരിച്ചിരി വാരാണസിക്കല്ലേ? PhD മാത്രമാണോ കാരണം? അവൻ്റെ കണ്ണിലേക്ക് നോക്കിയുള്ള ചോദ്യത്തിൽ ഉത്തരം എന്താകുമെന്ന് ഏകദേശ രൂപമുണ്ടെന്ന് ഒരു ഭാവം കൂടി ടീച്ചറിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അത് കാണെ അവൻ്റെ കണ്ണും പുഞ്ചിരിയോടെ ഒന്ന് ചുരുങ്ങി. നല്ലതാണ്, പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, പുതിയ ഭാഷ. പക്ഷേ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ അവർ ഓക്കെയാണ് ടീച്ചർ. ഞാൻ അടുത്തില്ലെങ്കിലും രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി പൊക്കോളും. പക്ഷേ ഇച്ചിരിയും കൂടി മുന്നോട്ട് പോകുമ്പോഴോ? അന്ന് അവർക്കൊപ്പം ഞാനുണ്ടാകും ടീച്ചർ. ഉറപ്പോടെയുള്ള മറുപടി ടീച്ചറിന് ഇഷ്ടമായി. അത് മതി. അവരും തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് ചിരിയോടെ നടന്നു. ഏതെങ്കിലും ക്ലാസ്സിൻ്റെ ചാർജ് കിട്ടിയോ? മിക്കവാറും B2വിൻ്റെ ചാർജ് ഉണ്ടാകുമെന്ന് പറയുന്നു ടീച്ചർ. പറഞ്ഞ പോലെ ദീപ മിസ്സിൻ്റെ ഒഴിവിലേക്കല്ലേ ഏതൻ വന്നത്? അതെ. ഫസ്റ്റ് ക്ലാസ് അവിടെ ആയിരുന്നല്ലേ? എടുത്തിട്ട് എങ്ങനെ തോന്നുന്നു? നൈസ് ടീച്ചർ. പറയുമ്പോൾ തന്നെ കണ്ടമ്പരന്നു പോയ 2 കണ്ണുകളെക്കാളും ഭയത്തോടെയും സങ്കടത്തോടെയും നീർത്തുള്ളി വീഴ്ത്തിയ മിഴികളാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. അമലു മനസ്സിൽ മെല്ലെ പറഞ്ഞുകൊണ്ട് ഇരുമിഴികളും അവനൊന്ന് ചിമ്മി തുറന്നു. 5-6 വാലുള്ളതാണ് കേട്ടോ അതിൽ. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും. ചില സമയത്ത് ആൺപിള്ളേരൊക്കെ ഒന്നുമല്ലെന്ന് തോന്നിപ്പോകും പോലെ കുരുത്തക്കേട് കാണിച്ചു കളയും പെൺകുട്ടികൾ. പക്ഷേ അവരെപ്പോലുള്ളവർ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് ക്ലാസ് റൂം അല്ലേടോ? മറുപടിയായി അവനൊന്ന് ചിരിച്ചതേയുള്ളൂ. പിന്നെ കുറെ പയ്യപ്പമ്മികളുണ്ട്. എന്തേലും ഒന്ന് അവരുടെ നാവിൽ നിന്ന് കേൾക്കണമെങ്കിൽ ചെവി കൊണ്ടുപോയി അവരുടെ ചുണ്ടിൽ വെക്കേണ്ടി വരും. അത് പറഞ്ഞ ടീച്ചർ ചിരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ ആമ്പലിൻ്റെ മുഖം മാത്രമായിരുന്നു. അങ്ങനെ 2 പേരും കൂടി ലൈബ്രറിയിലേക്ക് നടക്കുകയാണ് പ്യൂണായ ലാസർ അങ്ങോട്ട് ഓടിച്ചെന്നത്. എന്താടോ ലാസറെ, താനെന്താ ഇങ്ങനെ അണയ്ക്കുന്നത്? പ്രിൻസിപ്പൽ ടീച്ചറിനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. എന്തിനാ ലാസർ? ടൈം ടേബിൾ ഉണ്ടാക്കുന്ന കാര്യമെന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത 2 മണിക്കൂറും തീർന്നു ചുരുക്കം. ഏതൻ, എനിക്ക് പോണമിടോ. ആ കാണുന്ന കോർണറിൽ ഉള്ളതാണ് ലൈബ്രറി. താൻ വേണമെങ്കിൽ പൊക്കോ. വേണ്ട ടീച്ചർ, എന്തായാലും ടീച്ചറിനൊപ്പം പോകാൻ ഇറങ്ങിയതല്ലേ. ഇനിയിപ്പോൾ ടീച്ചർ ഫ്രീ ആകുമ്പോഴേ പോകുന്നുള്ളൂ. തിരിഞ്ഞു നടക്കുന്ന ടീച്ചറിനൊപ്പം അവനും നടന്നപ്പോൾ ആ മറുപടി ഇഷ്ടമായെന്ന പോലെ ലെന ടീച്ചർ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. പറഞ്ഞു നാവിലോട്ടിട്ടില്ല. വന്നല്ലോ നിങ്ങളുടെ ക്ലാസ് ഇൻചാർജ്. നേരിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് പൊക്കോളൂ. തിരിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് കയറിയതും ആദ്യം കേട്ടത് അനൂപ് സാർ പറയുന്നതാണ്. കാര്യം മനസ്സിലാവാതെ ഏതൻ എല്ലാവരെയുമായി നോക്കി. പക്ഷേ ആ നോട്ടം ചെന്ന് നിന്നത് തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന 4 കണ്ണുകളിലാണ്. രമ്യയുടെയും പിന്നെ തൻ്റെ പേര് പറയുന്ന കേട്ടപ്പോൾ മുഖം മാറിയ ആ പയ്യൻ്റെയും. രമ്യയെ കണ്ടതും ഏതൻ്റെ കണ്ണുകൾ ചുറ്റുപാടും മറ്റാരെയോ തിരിഞ്ഞു. അവളില്ലെന്ന് കണ്ടതും ആ കണ്ണൊന്ന് ചുഴിഞ്ഞുകൊണ്ടാണ് അവൻ അകത്തേക്ക്. ദാ നിങ്ങളുടെ സാർ വന്നല്ലോ, ഇനി ചോദിച്ചോ. എന്താ ടീച്ചർ, എന്താ പ്രശ്നം?
ടീച്ചർക്ക് നേരെ ചോദിച്ചുകൊണ്ട് അവൻ നോക്കിയത് രമ്യയാണ്. അത് പിന്നെ സാറിൻ്റെ ക്ലാസ്സിലെ ഏതോ കുട്ടിക്ക് ഒട്ടും വയ്യ, വീട്ടിൽ പോകണമെന്ന്. കേട്ടതും ഏതൻ്റെ ഉള്ളൊന്ന് കിടുങ്ങി. എന്തു പറ്റി അമലുവിന്? പെട്ടെന്ന് അവർക്കടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൻ ചോദിച്ചു. അമലുവോ? അതേത് കുട്ടി രമ്യ? അവർക്ക് കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഷീല ടീച്ചർ അങ്ങനെ ചോദിച്ചതും 3 പേരും ഒരുപോലെ ഞെട്ടി. അമലു അല്ല സർ, ആമ്പൽ. അവനെ തിരുത്തും പോലെ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് രമ്യ പറഞ്ഞു. ഓ, ഓക്കെ ഓക്കെ. ടീച്ചർ ആശ്വാസത്തോടെ ഒന്ന് നോക്കി. അല്ല, ആമ്പലിനാണ് വയ്യാതായതെന്ന് സാർ എങ്ങനെ അറിഞ്ഞു? രമ്യ എന്ന് പറയുമ്പോൾ അവിടെ ഇല്ലാതിരുന്ന ഏതൻ പേരെടുത്ത് ചോദിക്കുന്ന കേട്ടതും ഇത്തവണ ചോദ്യം വന്നത് അനൂപ് സാറിൻ്റെ വകയായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്നറിയാതെ ഹരൻ പതറി. അത് പിന്നെ അനൂപ് സാറേ, ഈ സർ രാവിലെ ക്ലാസ്സിൽ വരുമ്പോഴേ ആമ്പലിന് വയ്യ. അവളെ ഡെസ്കിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അതാ സാർ അങ്ങനെ ചോദിച്ചേ, അല്ലേ സാറേ? നൗഫി ഇടയ്ക്ക് കയറി പറഞ്ഞു. ഓ, അപ്പോൾ ആ കൊച്ചിന് രാവിലെ വയ്യായിരുന്നോ? ഈ പിള്ളേർക്കൊക്കെ വയ്യെങ്കിൽ വീട്ടിലിരുന്നൂടെ? ചുമ്മാ ഇവിടെ വന്ന് ബാക്കിയുള്ളവരെ കൂടി മെനക്കെടുത്താൻ. വല്ലാത്തൊരു മുഖഭാവത്തോടെയുള്ള അനൂപ് സാറിൻ്റെ ആ മറുപടിയിൽ എല്ലാവരുടെയും മുഖം അങ്ങ് മാറി. അത് സാറും ശ്രദ്ധിച്ചു. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. തൻ്റെ വർത്തമാനം ചുറ്റുനിന്ന ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായതും അനൂപ് സാർ പെട്ടെന്ന് പ്ലേറ്റ് തിരിച്ചു. സാറിനി കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. അല്പം ഈർച്ചയോടെയുള്ള ഷീല ടീച്ചർ അനൂപ് സാറിനോടത് പറഞ്ഞുകൊണ്ട് രമ്യയുടെ നേരെ തിരിഞ്ഞു. ആമ്പലിനൊട്ടും വയ്യേ? മൈഗ്രെയിൻ ആണെന്ന് തോന്നുന്നു ടീച്ചർ. അത് പറയുമ്പോൾ ഏതനെ നോക്കിയൊന്ന് കടുപ്പിക്കാൻ അവൾ മറന്നില്ല. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട ടീച്ചറെ, വീട്ടിൽ ചെന്നിട്ട് കുറവില്ലെങ്കിൽ മാമൻ കൊണ്ടുവെക്കോളും. അപ്പോൾ ഇവർ പൊക്കോട്ടെ അല്ലേ സാറേ? ഷീല ടീച്ചർ ഏതനെ നോക്കി അഭിപ്രായം പോലെ ചോദിച്ചതും അവനൊന്ന് മൂളി. എങ്കിൽ നിങ്ങൾ പൊക്കോ. അല്ല, രമ്യ മാത്രമല്ലേ ആമ്പലിൻ്റെ കൂടെ പോകുന്നുള്ളൂ? അതേ ടീച്ചർ. എങ്കിൽ പിന്നെ വെയിലാകുന്നതിന് മുന്നേ ചെല്ല്. രമ്യയും നൗഫലും ടീച്ചറിനെ നോക്കി തല കുലുക്കി പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയതും അവരെ പിന്നിൽ നിന്നും ഏതൻ വിളിച്ചു. നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ രമ്യ പെട്ടെന്ന് മറുപടിയൊന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് തോന്നി. ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന്? അവൻ്റെ ശബ്ദം ഒന്നും കൂടി കടുത്തു. നടന്നാണ് സർ, അല്ലാതെ പറന്നു പോകാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ വാചകം ഉച്ചത്തിലും അവസാനം പറഞ്ഞത് പിറുപിറുത്തുകൊണ്ടാണെങ്കിലും അവളെ അവന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവളുടെ മറുപടിയിൽ നൗഫി ഭയങ്കര സന്തോഷത്തിലായി. ആ കുട്ടിക്ക് മൈഗ്രെയിൻ ആണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പിന്നെ ഈ വെയിലത്ത് പോയാൽ അത് കൂടുകയല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്, ഓട്ടോ വിളിച്ചു തരാം, അതിൽ പോയാൽ മതി. അതുപോലെ ടീച്ചർ? തീരുമാനം പോലെ ഏതൻ ഷീല ടീച്ചറെ നോക്കി. അത് നല്ലതാണ് സർ. അതൊന്നും വേണ്ട സർ, സ്കൂളിൻ്റെ പിന്നിലത്തെ പാടത്തൂടെ നടന്നാൽ പെട്ടെന്ന് അങ്ങ് എത്തും. ഞങ്ങൾ നടന്നു പൊക്കോളാം. അവൻ്റെ ആ പറച്ചിൽ ഒട്ടും ഇഷ്ടമാകാതിരുന്നവൾ പെട്ടെന്ന് പറഞ്ഞു. എനിക്കറിയാത്ത വഴിയൊന്നുമല്ലല്ലോ. അവളുടെ മുഖത്ത് നോക്കി കടുപ്പിച്ചു പറയുമ്പോൾ അവൻ്റെ മുഖം വല്ലാതെ മുറുകിയിരുന്നു. അല്ല സാറേ, അവർ പറഞ്ഞത് ശരിയാണ്. ആ കൊച്ചിനെ മിക്ക ദിവസവും ഈ തലവേദന വരാറുണ്ട്. ആ സമയത്തൊക്കെ അവർ ഇങ്ങനെയാ പോകുന്നേ. അനൂപ് സർ അവർക്കൊപ്പം പറഞ്ഞില്ലെങ്കിലും ഏതൻ അത് കേട്ടില്ലെന്ന പോലെ നിന്നു. ഇവരെ ഒന്ന് പറഞ്ഞുവിടാൻ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഓട്ടോക്കാരുടെ നമ്പറുണ്ടോ ടീച്ചറെ? അത് പിന്നെ സാറേ നോക്കണം. പ്ലീസ് സർ, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഓട്ടോയിൽ പോകണ്ടെന്ന്. ഏതെൻ്റെ അഭിപ്രായം മാനിച്ചു കൊടുക്കാൻ ആഗ്രഹമില്ലാത്ത രമ്യ വീണ്ടും പറഞ്ഞു. ഓക്കെ, ഓട്ടോയിൽ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കാർ എടുത്തോണ്ട് വരാം. അത് പ്രശ്നമില്ലല്ലോ. പ്രശ്നമേ ഇങ്ങേരാണെന്ന അങ്ങേരുടെ ചെവി കയറി പറയടി കോപ്പെ. നൗഫി രമ്യയുടെ അടുക്കളേക്ക് നിന്നുകൊണ്ട് മെല്ലെയെങ്കിലും ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ ചെവിയിൽ പറയാതെ ധൈര്യമുണ്ടെങ്കിൽ അങ്ങേരോട് പോയി പറയടാ ചൂലേ. മൊത്തത്തിൽ ഭ്രാന്ത് വന്ന് നിന്നവൾ അതിലും ദേഷ്യത്തിൽ തിരിച്ചു മറുപടി കൊടുത്തു. കാറിൽ കൊണ്ടാക്കാനോ? അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം സാറിന് ആ കൊച്ചിനെ കൊണ്ടാക്കാനേ നേരം കാണൂ. അതൊരു തൊട്ടാവാടിയാ. ഇത്തിരി വെയിൽ കൂടിയാൽ പോലും തളർന്നു വീണുകളയും. അസംബ്ലിയിൽ വീണവളെ അയാൾ ഓർത്തു. അതിപ്പോൾ ആവശ്യം വന്നാൽ പോയല്ലേ പറ്റൂ സർ. അല്പം പുഞ്ചിരിയോടെയാണ് അവനത് പറഞ്ഞതെങ്കിലും ആ വാക്കിലെ ഇരുത്തം കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ താൻ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വാ, ഞാൻ കാറെടുക്കാം. വേണ്ട സർ, സാർ ബുദ്ധിമുട്ടണമെന്നില്ല, ഞങ്ങൾ ഓട്ടോയിൽ പൊക്കോളാം. എന്തൊക്കെ വന്നാലും അവൻ വിടില്ലെന്ന് തോന്നൽ വന്നതും രമ്യ പെട്ടെന്ന് കയറി പറഞ്ഞു. ഷുവറാണല്ലോ അല്ലേ? ചുണ്ടിൻ്റെ കോണിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചിരി മറച്ചു വെച്ചുകൊണ്ട് ഏതൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. എങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് താഴേക്ക് ചെല്ല്. പിന്നെ താനും കൂടി അവർക്കൊപ്പം പോകണം കേട്ടോ, നൗഫിയോടായിട്ട് ഏതൻ പറഞ്ഞു. ശരി. സാധാരണ രമ്യ മാത്രം പോകുന്നിടത്ത് ഇന്ന് തന്നോടും കൂടി പോകാൻ പറഞ്ഞതും അവൻ ഏതനെ സംശയത്തോടെ നോക്കി.
പക്ഷേ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവർ രണ്ടുപേരും ക്ലാസ് റൂമിലേക്ക് പോയി. ഒട്ടും വയ്യാതെയാണ് ആമ്പലു ക്ലാസ്സിൽ നിന്നിറങ്ങിയത്. കുറച്ചു മുന്നേ വരെ അരണ്ട തലവേദനയായിരുന്നെങ്കിൽ ഇപ്പോൾ തല മുഴുവൻ പൊട്ടിപ്പിളർന്ന പോലെ വേദനിക്കുന്നു. തലയിൽ കൈ കൊടുത്തുകൊണ്ട് മെല്ലെ അവൾ നടന്നു. മിക്കവാറും വീട്ടിലെത്തുന്നതിന് മുമ്പ് ഛർദ്ദിക്കാൻ തുടങ്ങും. 4-5 തവണ ഛർദ്ദിക്കുമ്പോൾ ചിലപ്പോൾ വേദന കുറയാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ട്രിപ്പും ഇഞ്ചക്ഷനും. അതൊന്നും ഓർക്കാൻ പോലും വയ്യാതെയാണ് അവൾ രമ്യയുടെ കൈയും പിടിച്ച് ഗ്രൗണ്ടിലേക്ക് ചെന്നത്. നൗഫിയും ആസിയും ഒപ്പം വരുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ അവൾ തല കുമ്പിട്ട് മെല്ലെ ചുവട് വെച്ചു. ഗ്രൗണ്ടിൻ്റെ അറ്റത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഓട്ടോ കണ്ടതും രമ്യ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് നടന്നു. ഇതെന്താ രമു ഈ വഴിയേ? ഇടയ്ക്കൊന്ന് കണ്ണുയർത്തുമ്പോൾ മുന്നിൽ കണ്ട കാറിൽ നോക്കി അവൾ ചോദിച്ചു. ടീച്ചേഴ്സിന് വണ്ടി ഒതുക്കുന്നതിൻ്റെ ഇപ്പുറമാണ് ഓട്ടോ കിടക്കുന്നത്. ഓട്ടോയിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. ആരെന്നോ എന്തെന്നോ കൂടുതലൊന്നും പറയാതെ രമ്യ അവളെയും കൂട്ടി ഓട്ടോയുടെ അടുത്ത് ചെന്നപ്പോഴാണ് അയാളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആളെ കണ്ടത്. ബെസ്റ്റ്. വല്ലാത്തൊരു ദേഷ്യത്തോടെ രമ്യയുടെ ആ പറച്ചിലിൽ ബാക്കി രണ്ടവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പൂർത്തിയായി. ആസിഫ് നൗഫിയെ നോക്കി. ഈ സമയം തലയിൽ കൈയും താങ്ങി നനഞ്ഞ കോഴിക്കുഞ്ഞിനെ പോലെ വരുന്നവളിലായിരുന്നു ഏതൻ്റെ കണ്ണുകൾ. രാവിലെ താൻ കണ്ട ആളെ അല്ലെന്ന് തോന്നി. കണ്ണുറുക്കി അടച്ച് രമ്യയുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അവന് വല്ലാത്ത പാവത്തം തോന്നി. രമ്യയോട് ഓട്ടോയിലോട്ട് കയറിക്കോ എന്ന് കണ്ണാൽ കാണിച്ചുകൊണ്ട് ഏതൻ അവർക്കരികിലേക്ക് ചെന്നു. ആമ്പലിൻ്റെ അവസ്ഥ കണ്ട് കൂടുതൽ വാശിക്ക് നിൽക്കാതെ അവൾ ആദ്യം ആമ്പലിനെ കയറ്റി പിന്നാലെ അവളും കയറി. അതിനുശേഷം നൗഫിയും. 3 പേരും കയറിയെന്ന് കണ്ടതും ഏതൻ ഓട്ടോയ്ക്കരികിലേക്ക് ചെന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ സർ. ഡ്രൈവറോടുള്ള ചോദ്യം കേട്ടപ്പോഴാണ് അവൻ അടുത്തുള്ളത് ആമ്പലും അറിയുന്നത്. വെളിച്ചം ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അടച്ച കണ്ണുകൾ അവൾ ഇറുക്കി പൂട്ടിക്കൊണ്ട് രമ്യയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. അത് കൃത്യമായി ഏതൻ കാണുകയും ചെയ്തു. ഒരു നിമിഷം അവന് വല്ലാത്തൊരു ആത്മനിന്ദ തോന്നി. പേടികൊണ്ടവൾ വിറയ്ക്കുന്നു എന്നൊരു തോന്നൽ വന്നതും ഏതൻ അവളിൽ നിന്ന് കണ്ണുമാറ്റി. അതെ, നിങ്ങൾ രണ്ടുപേരോടും കൂടിയാണ്. അമലുവിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഈ ഓട്ടോയിൽ തന്നെ നിങ്ങൾ തിരിച്ചു പോന്നേരെ. പിന്നെ ഈ ബാഗ് അത് ഇയാളെ ഏൽപ്പിച്ചേരെ. തിരിച്ചു വരുന്നില്ലെന്ന് കരുതിയെടുത്ത ബാഗ് അവന് വാങ്ങി ആസിയെ ഏൽപ്പിച്ചു. തിരിച്ചു വരാനോ? രമ്യയുടെ ശബ്ദം അങ്ങ് ഉയർന്നു. സാധാരണ ഇതുപോലെ ആമ്പലിനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ അന്ന് പിന്നെ തിരിച്ചു വരാറില്ല. അതെ, വയ്യാത്ത ആൾ മാത്രം വീട്ടിലിരുന്നാൽ പോരെ, അല്ലാതെ കൂട്ടുപോകുന്ന നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ വരാതിരിക്കാൻ. അല്ല, പക്ഷെ സാധാരണ. നൗഫി ഒന്ന് തപ്പിത്തടഞ്ഞു. കൂടുതൽ സാധാരണ വേണ്ട ഇപ്പോൾ. പൊക്ക ചേട്ടാ, ഇവരെ കൊണ്ടിച്ച് നാക്കുമ്പോൾ വണ്ടിക്കൂലി തരാം പറഞ്ഞുകൊണ്ടവൻ ഓട്ടോയുടെ മുകളിൽ ഒന്ന് തട്ടി. ആ ശരി സാറേ. അയാൾ പറഞ്ഞുകൊണ്ട് ഓട്ടോ മുന്നിലേക്കെടുത്തതും അവൻ്റെ നോട്ടം പിന്നെയും അറ്റത്ത് പമ്മിക്കൂടിയവളിൽ ചെന്ന് നിന്നു. ഓട്ടോ പുറത്തേക്ക് പോയെന്ന് കണ്ട് തിരിയുമ്പോൾ കാണുന്നത് അവനെയും നോക്കി നിൽക്കുന്ന ആസിയാണ്. താൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ, ക്ലാസ്സിൽ പോയില്ലേ? ഭാഗ്യം താങ്ങി നിൽക്കുന്നവനോടായിരുന്നു ചോദ്യം. മറുപടി ഒന്നും കൊടുക്കാതെ അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ആസിഫ് തിരിച്ച് ബിൽഡിങ്ങിലേക്ക് നടന്നു. താനിങ്ങനെ പോകാതെ, ഞാനും അങ്ങോട്ടാ. മുന്നിൽ വേഗത്തിൽ നടക്കുന്നതിൻ്റെ അടുത്തേക്ക് ഓടിപ്പിടിച്ചുകൊണ്ട് ഏതൻ എത്തിയെങ്കിലും അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആസി ബെഡിലേക്ക് നടന്നു. എടോ, താനിതെവിടെ പോവാ? മുള്ളാൻ പോവാണ്. എന്താ സർ, വരുന്നോ? ബാത്റൂമിൻ്റെ ഭാഗം ചൂണ്ടിക്കൊണ്ടവൻ ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞതും ഏതൻ അവനെ നോക്കിക്കൊണ്ട് സ്റ്റെപ്പ് കയറി. മുകളിലെ സ്റ്റെപ്പ് ഓരോന്ന് കയറുമ്പോഴും അവൻ്റെ മനസ്സിൽ മുഴുവനും ആമ്പലും അവളുടെ തളർന്ന മുഖവുമായിരുന്നു. വല്ലാത്തൊരു ദുഃഖഭാരത്തോടെ സ്റ്റാഫ് റൂമിലേക്ക് കയറാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് അവൻ്റെ പിന്നിലൂടെ ഓടി ക്ലാസ്സിലേക്ക് പോകുന്ന ആസിയെ അവൻ കണ്ടത്. അവനൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് കയറി. ഇതേ സമയം ഓട്ടോയിലിരിക്കുന്നവരുടെ മനസ്സും വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ആമ്പലിനൊപ്പം വീട്ടിലെത്തി അവളെ സമാധാനിപ്പിക്കാം എന്ന് കരുതിയവളുടെ പ്രതീക്ഷയുടെ മുകളിലേക്കാണ് തിരിച്ചു ചെല്ലാനുള്ള ഉത്തരവ് വന്നു വീണത്. പറഞ്ഞ സ്ഥലം എത്തിവരും 3 പേരും ഇറങ്ങി. മോള് ആ കൊച്ചിനെ വീട്ടിലാക്കിയിട്ട് വാ, പിന്നെ പെട്ടെന്ന് വരണേ. രമ്യയോട് ആ ഓട്ടോച്ചേട്ടൻ പറഞ്ഞതും അവൾ ആമ്പലിൻ്റെ കൈയും പിടിച്ച് നൗഫിയുടെ നേരെ തിരിഞ്ഞു. എടാ, ഇവളെ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്, നീ ഈ ചേട്ടൻ്റെ ഒപ്പം തിരിച്ചു വെക്കോ. എന്നിട്ട് വൈകിട്ട് വരുമ്പം എൻ്റെ ബാഗും കൂടി എടുത്തോണ്ട് പോരെ. അത് മതി. രമുവിൻ്റെ തീരുമാനം ശരിവെക്കും പോലെ അവനൊന്ന് തലകുലുക്കി. രമു, വേണ്ടടാ, നീ പൊക്കോ. സർ. പൂർത്തിയാക്കാതെ പതിഞ്ഞ ശബ്ദത്തിൽ ആമ്പല് പറഞ്ഞു. ഓ ശരി തമ്പുരാട്ടി, എന്താ വേണ്ടതെന്ന് ഞാനേ നോക്കിക്കോളാം. നീ തിരിച്ചു പൊക്കോ നൗഫി. പിന്നെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ ഓട്ടോക്കൂലി നീ കൊടുത്താൽ മതി, വേറെ ആരെക്കൊണ്ടും കൊടുപ്പിക്കണ്ട. രമു, വേണ്ടടി, മിണ്ടിപ്പോകലും. വയ്യാതിരിക്കുവാണെന്ന് ഓർക്കില്ല ഞാൻ, വെച്ച് ചാർത്തി തരും.
അവക്കടെ ഒരു ചോറ്. ദേഷ്യത്തോടെ ആ ഒച്ച പൊങ്ങിയതും ആമ്പലു മൗനമായി. എടാ, അങ്ങേരെന്തെങ്കിലും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാനേ ഇവിടെ വന്നപ്പോൾ ചത്തുപോയി എന്ന് പറഞ്ഞേരെ. സെറ്റ്. നൗഫി ഒരു ഹൈഫൈ കാണിച്ചുകൊണ്ട് ഓട്ടോയിൽ കയറി. അവൻ കയറിയെന്ന് കണ്ടതും അയാൾ ഓട്ടോ എടുത്തു. നിങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേർക്ക് സാറന്മാരെ ഒരു വിലയുമില്ല അല്ലേ? എന്തൊക്കെയാ പെങ്കൊച്ചു വിളിച്ചു പറഞ്ഞത്? രമ്യ പറഞ്ഞത് കേട്ടതിൻ്റെ അമർഷം മറച്ചു വെക്കാതെ ആ ഓട്ടോക്കാരൻ തിരിഞ്ഞ് നൗഫിയെ നോക്കി പറഞ്ഞു. ചേട്ടൻ കൂടുതൽ ഭാരിച്ച കാര്യങ്ങളൊന്നും തിരക്കാതെ നേരെ നോക്കി വണ്ടി ഓടിക്കാൻ നോക്ക്. അല്ലേലേ മിക്കവാറും ചൂരൽ ചിത്രമായി ഇരിക്കേണ്ടി വരും. അമർഷത്തോടെയുള്ള ആ മറുപടിയിൽ അയാൾ മുഖവും കൂട്ടി നേരെയിരുന്നു. ഇതേ സമയം പതിവില്ലാതെ കേൾക്കുന്ന കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു ലളിത ടീച്ചർ. ആരാപ്പ ഈ നേരം കെട്ട നേരത്ത്? വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ടീച്ചർ ഞെട്ടിപ്പോയി. നീയോ? അത്ഭുതം കൊണ്ട് ടീച്ചറുടെ കണ്ണിപ്പോൾ പുറത്തു വരുമെന്ന പോലെ ടീച്ചർ അവനെ നോക്കി. മോര് കടഞ്ഞുകൊണ്ടിരിക്കുന്ന മത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ടീച്ചർ പുറത്തേക്കിറങ്ങി. അതെ, ഞാൻ തന്നെ. എന്തേ? ഒറ്റയ്ക്കേ ഉള്ളോ അതോ? മുന്നിൽ നിൽക്കുന്നവനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ടീച്ചർ സൈഡിലേക്കും വാതിൽപ്പടിയിലേക്കും പുറത്തേക്കുമൊക്കെ എത്തി നോക്കി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ചെറിയമ്മേ. വാതിലൊന്ന് ഒഴിഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്ക് അകത്തേക്ക് കയറാമായിരുന്നു. പറഞ്ഞുകൊണ്ട് തന്നെ അവൻ കയ്യിലിരുന്ന ബാഗ് കൊണ്ട് അവരെ സൈഡിലേക്ക് തള്ളി നിർത്തി അകത്തേക്ക് നടന്നു. എടാ പരിഷ്കാരി, നിന്നോട് ഞാനൊരു 1000 തവണ പറഞ്ഞിട്ടുണ്ട് കണ്ടട മുഴുവൻ മെഴുകിയ ചെരുപ്പും ഇട്ടുകൊണ്ട് എൻ്റെ വീടിനകത്ത് കയറരുതെന്ന്. പിന്നാലെ ഓടിച്ചെന്ന് ടീച്ചർ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി ദേഷ്യപ്പെട്ടു. ഇത് ചെരുപ്പല്ല ചെറിയമ്മ, ഇറ്റ്സ് കോൾഡ് ഷൂസ്. നോക്കിയേ. കാലിൽ കിടക്കുന്ന ഷൂസ് പൊക്കി ടീച്ചറിനെ കാണിച്ചതും ഉരളമത്തിൻ്റെ പിടികൊണ്ട് അവൻ്റെ കയ്യിൽ അപ്പോഴേ അടി വീണിരുന്നു. വന്നപ്പോഴേ തുടങ്ങി മേല് നോവിക്കാൻ. അവൻ കൈയൊന്നൊഴിഞ്ഞു. പിന്നെ റോഡിലിട്ട സാധനം കൊണ്ട് അകത്ത് കയറിയാൽ നിന്നെ ഞാൻ എന്താടാ ആരതി എടുത്ത് ഒഴിഞ്ഞു കയറ്റണോ? ഇപ്പം വേണ്ട, പക്ഷേ സമയം പോലെ വേണ്ടി വരും. താടി മൊത്തം ഒഴിഞ്ഞ് കണ്ണിലെ സ്പെക്സ് അല്പം കൂടി മുകളിലേക്ക് കയറ്റി ഒരു കള്ളച്ചിരിയോടെ ടീച്ചറിൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ടീച്ചർ ആ കൈ തട്ടിമാറ്റിക്കൊണ്ട് മാറി നിന്നു. കഷ്ടമുണ്ട് ചെറിയമ്മേ. ഇപ്പോഴും ചെറിയമ്മയ്ക്ക് എന്നോടുള്ള പിണക്കം മാറിയില്ലേ? അങ്ങനെ പിണക്കം മാറാനുള്ള പണിയാണോ വസു നീ എന്നോട് കാണിച്ചേ? ടീച്ചറുടെ നെറ്റി കൂർത്തതും മുന്നിൽ നിന്നവൻ കൈ രണ്ടും മുഖം പൊത്തി ഇടവിരലിനിടയിൽ കൂടി ടീച്ചറിനെ ഒളിഞ്ഞു നോക്കി. നാണമുണ്ടോ വസു നിനക്ക്? ഒന്നുമില്ലെങ്കിലും ഇത്രയും പ്രായമായില്ലേടാ. എന്ത് വട ഈ കാണിക്കുന്നേ? അവൻ പിള്ളേരെ പോലെ കണ്ണുപൊത്തി നിൽക്കുന്നു. എൻ്റെ കൃഷ്ണ, ഇവനെയൊക്കെ വിശ്വസിച്ച് മുന്നിൽ വന്നിരിക്കുന്നവരുണ്ടല്ലോ, നീ തന്നെ കാത്തോണേ. അവനെ നോക്കി വഴക്ക് പറയുമ്പോഴും ടീച്ചറിൻ്റെ മുഖത്ത് വിരിഞ്ഞ ചിരിയിൽ കണ്ണ് ചിമ്മി അവൻ ടീച്ചറിനെ അടങ്കം കെട്ടിപ്പിടിച്ചു. ഹോ, ഒന്ന് ചിരിച്ചല്ലോ. ഞാൻ കരുതി എൻ്റെ 3-4 ഷൂസ് തേഞ്ഞു മാറിയാലേ ചെറിയമ്മ ആയുള്ളൂ എന്ന്. ആടാ, നീ അങ്ങനെ പലതും കരുതും. കാരണം നിന്റെ സൈഡ് സേഫാക്കാൻ നീ എന്നെയല്ലേ ചേച്ചിയുടെ മുന്നിൽ കുരുതി കൊടുത്തത്. അത് പിന്നെ ചെറിയമ്മേ. എന്ത് ചെറിയമ്മ? ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിൽപ്പി വന്ന് പെണ്ണ് കെട്ടണമെന്നൊക്കെ പറഞ്ഞാൽ? അവൻ ടീച്ചറുടെ പിന്നാലെ ചെന്നു. അവരേതോ കൂട്ടുകാരൻ്റെ വീട്ടിലെ ചടങ്ങിന് പോയപ്പോൾ അയാളുടെ മോളെ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കെട്ടണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നേരെ ചൊവ്വേ മനസ്സിലാവുന്ന ഭാഷയിലൊക്കെ ഞാൻ അവരോട് പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന്. അപ്പോൾ അവർക്ക് മുടിഞ്ഞ വാശി. അച്ഛൻ ആത്മഹത്യക്ക് പോകുന്നു, അമ്മ ആത്മഹത്യക്ക് പോകുന്നു, പിന്നെ 2 പേരും കൂടി ഒരുമിച്ച് പോകുന്നു. എന്തായിരുന്നു ബഹളം. നല്ലോണം പുച്ഛിച്ചുകൊണ്ട് അവൻ കാലിൽ കിടന്ന ഷൂസൂരി സൈഡിലേക്ക് വെച്ചു. അതും എൻ്റെ മുന്നിൽ. ഒന്നുമല്ലെങ്കിലും ഞാൻ ആരാണെന്നെങ്കിലും അവർ ഓർക്കണ്ടേ? 2 കൈയും മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അവൻ ടീച്ചറിനെ നോക്കി ചിരിച്ചു. നീ കൂടുതൽ ചിരിക്കുമെന്ന് വേണ്ട. 10-28 വയസ്സായിട്ടും കെട്ടാത്തൊരു മകൻ വീട്ടിലുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അവനോട് കെട്ടാൻ പറയുന്നത് അത്രയ്ക്ക് വലിയ ആനക്കാര്യമൊന്നുമല്ല. അല്ല, നേര് തന്നെ. പക്ഷെ കൂട്ടുകാരൻ്റെ ബാങ്ക് ബാലൻസ് കണ്ടുകൊണ്ട് കെട്ടാൻ പറയുന്നത് നല്ലതാണോ? എന്തേ മിണ്ടാട്ട മുട്ടിയോ? അവൻ പറയുന്നതിൽ കുറേയേറെ സത്യമുള്ളതുകൊണ്ട് ടീച്ചർ മൗനം പാലിച്ചു. എന്തേ മിണ്ടാട്ടം കേൾക്കുന്നില്ലല്ലോ? ടീച്ചറിൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ ചിരിച്ചു. അതൊക്കെ ശരി തന്നെ വസു. പക്ഷെ അതിൽ നിന്ന് ഊരിപ്പോകാൻ വേണ്ടി നീ എന്തിനാടാ അത്രയും വലിയ കള്ളം പറഞ്ഞത്? അതുമാത്രമോ, അതിലേക്ക് എന്നെയും മാഷിനെയും വലിച്ചിടുകയും ചെയ്തു. അടുക്കളയുടെ പാതകത്തിൽ കയറിയിരിക്കുന്നവനെ നോക്കിക്കൊണ്ട് ടീച്ചർ പാട്ടയിൽ നിന്ന് പപ്പടം എടുത്ത് പുറത്തേക്ക് വെച്ചു. അത് പിന്നെ ആ നേരത്ത് അങ്ങനെയാ തോന്നിയത് ചെറിയമ്മേ. അച്ഛനും ചെറിയച്ഛനും പണ്ട് മുതലേ ചേരാത്തത് കൊണ്ട് ബാക്കിയുള്ളവർക്കെങ്കിലും എന്തേലും ഗുണം വേണ്ടേ? അവൻ ഒരു കണ്ണടച്ചുകൊണ്ട് ടീച്ചറെ നോക്കി ചിരിച്ചു. ഇതിപ്പോൾ ഞാനൊരു മുസ്ലിം കൊച്ചിനെ കെട്ടിയെന്നും അതിനെനിക്ക് സപ്പോർട്ട് നിന്നത് ചെറിയച്ഛനാണെന്നും ഒക്കെ കട്ടയ്ക്ക് കയറി പറഞ്ഞപ്പോൾ അച്ഛൻ കൂടുതൽ തല്ലിനും ബഹളത്തിനും വന്നില്ല.
കാരണം അച്ഛനറിയാം ചെറിയച്ഛൻ നല്ല ഒന്നാന്തരം ഒരു സഖാവാണെന്നും അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഒരുപക്ഷെ ചെറിയച്ഛൻ ചെയ്തേക്കുമെന്നും. ആ ഒരു വിശ്വാസമുള്ളതുകൊണ്ടല്ലേ മോളെ ചെറിയമ്മയെ ഞാൻ കൃത്യമായി നിങ്ങളെ രണ്ടിനെയും അവിടെ ഇറക്കിയത്? ടീച്ചർ പൊള്ളിച്ചിരുന്ന പപ്പടം വായിലേക്ക് എടുത്തുകൊണ്ട് അവൻ പിന്നെയും കണ്ണു ചിമ്മി. ഉവ്വ, നിനക്കറിയാമോ, ഇതിൻ്റെ പേരിൽ നിൻ്റെ അമ്മ ഇനി എന്നെ പറയാനൊന്നുമില്ല. എനിക്കാണെങ്കിൽ ആദ്യം ചേച്ചി കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നും മനസ്സിലായത് പോലുമില്ല. പിന്നെ ഏതു പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. സോറി ചെറിയമ്മ, അമ്മ ഒരു വാപോയ കോടാലിയാണെന്നറിയാമല്ലോ. അതുകൊണ്ട് ബുദ്ധിയും വിവരവും സൗന്ദര്യമുള്ള എൻ്റെ ചെറിയമ്മ മൊത്തത്തിൽ അങ്ങ് ക്ഷമിച്ചു കൊടുത്തേരെ. മോനെ വാസു, പാണനെ ഉടുക്കുവെട്ടാൻ പഠിപ്പിക്കല്ലേ നീ. അടുത്തിരുന്ന തവിയുടെ കാലും കൊണ്ട് പിന്നെയും കിട്ടി അവൻ്റെ കാലിലിട്ടൊരു കൊട്ട്. തുടങ്ങി പിന്നെയും. കാലിൽ തടവി പറഞ്ഞതും ടീച്ചർ വീണ്ടും തവി കയ്യിലെടുത്തു. കുളിക്കാതെ നനയ്ക്കാതെ അടുക്കളയിൽ കയറിയതും പോരാ, പോയി കുളിയട ഇറക്ക. പോവാ, ഇനി അതിന് തുള്ളണ്ട. ബാഗും എടുത്തവൻ തെക്കിനിക്കടുത്തുള്ള മുറിയിലേക്ക് നടന്നു. ഇത് എപ്പോഴത്തേക്കെത്തും? കുത്തരിച്ചോറിലേക്ക് ഒഴിച്ച പരിപ്പിലേക്ക് വീണ്ടും നെയ്യ് ഇറ്റിച്ചുകൊണ്ട് പപ്പടവും കൂട്ടിക്കുഴച്ച് ചോറ് നാവിലേക്ക് വെക്കുന്നതിനൊപ്പം തന്നെ അവൻ ടീച്ചറിനോട് ചോദിച്ചു. അത് സ്കൂൾ വിടുന്ന നേരത്താവും. പിന്നെ ഇന്ന് ആദ്യ ദിവസമായതുകൊണ്ട് നേരത്തെ വരുമോയെന്നറിയില്ല. ചിലപ്പോൾ താമസിക്കാനും മതി. അവനൊപ്പം കഴിച്ചുകൊണ്ട് ടീച്ചർ മറുപടി കൊടുത്തു. ചെറിയച്ഛൻ തലസ്ഥാനത്ത് തന്നെ സ്ഥിരതാമസമാക്കാൻ തുടങ്ങിയോ? ഇല്ലടാ, രാത്രിയാകുമ്പോഴേക്കും എത്തും. പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞാണ് രണ്ടുപേരും കഴിച്ചെഴുന്നേറ്റത്. ഞാനൊന്ന് കിടക്കട്ടെ ചെറിയമ്മേ, നല്ല ക്ഷീണമുണ്ട്. പോയി കിടന്നോ, ഏതു വരുമ്പോൾ ഞാൻ വിളിക്കാം. ആ, നീട്ടിയൊരു മൂളലിൽ അവൻ യദുവിൻ്റെ മുറിയിലേക്ക് പോയി. ഇതേ സമയം ഓട്ടോയിൽ തിരിച്ച് സ്കൂളിൽ എത്തിയ നൗഫി അയാൾക്ക് കാശ് കൊടുത്തു. പക്ഷേ അയാൾ അത് വാങ്ങിച്ചില്ല. ചേട്ടന് കാശ് കിട്ടിയാൽ പോരെ, അത് സാറ് തന്നെ തരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതിന് നിന്നോട് ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നു എന്ന് കരുതി എനിക്ക് ഒച്ചയെടുക്കാൻ അറിയില്ലെന്നൊന്നും നീ കരുതല്ലേ. അതുകൊണ്ട് പൊന്നുമോൻ എന്നെ ആ സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോ വേഗം. അയാളുടെ ശബ്ദം മാറിയതും നൗഫി ഒന്ന് പേടിച്ചു. പിന്നെ കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ അയാളെ സ്റ്റാഫ് റൂമിൻ്റെ അവിടം വരെ കൊണ്ടുപോയി. ദാ അതിലുണ്ട് അയാൾ, ചേട്ടൻ പോയി കാണ്. അലസതയോടെ പറഞ്ഞവൻ തിരിഞ്ഞതും അയാൾ അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. ഞാനല്ല മോനെ, നമ്മളാ പോയി കാണുന്നേ. പറയുന്നതിനൊപ്പം തന്നെ അയാൾ അവനെ വലിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിനകത്തേക്ക് കയറി. ചുറ്റുപാടും കണ്ണു പായിച്ചപ്പോൾ കണ്ടു വലതുവശത്ത് മൂലയ്ക്കായിട്ടിരിക്കുന്ന മേശയിൽ വെച്ച് എന്തോ എഴുതുന്ന ഏതനെ. ആ സാറേ, അയാൾ വിളിച്ചതും അവിടെ ഇരുന്ന് ഒന്ന് രണ്ട് ടീച്ചറും ഏതനും അങ്ങോട്ടേക്ക് നോക്കി. ചെറിയൊരു പുഞ്ചിരിയോടെ ഏതൻ അയാൾക്കരികിലേക്ക് ചെന്നു. കൊച്ചനെ ഞാൻ കൃത്യമായി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതും പറഞ്ഞ് അയാൾ ചിരിച്ചതും, സ്കൂളിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ, അതുകൊണ്ടാണ് കേട്ടോ എന്നും പറഞ്ഞ് ഏതൻ പേഴ്സിൽ നിന്നും 100 രൂപ എടുത്തു കൊടുത്തു. തനിക്കൊപ്പം വന്ന ആള്? കൂട്ടത്തിൽ രമ്യയെ കാണാത്തതുകൊണ്ട് ഏതൻ ചോദിച്ചു. രമ്യയ്ക്കും പനി, അതുകൊണ്ട് അവൾ തിരിച്ചു വന്നില്ല. പ്രതീക്ഷിച്ചതായിരുന്നതുകൊണ്ട് അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവർ ഹോസ്പിറ്റലിൽ പോയോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും പിന്നെ എന്തോ ഓർത്ത പോലെ അവനൊന്നും ചോദിച്ചില്ല. വൈകുന്നേരം വരെ ഇങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കണമെന്നുണ്ടായിരുന്നുകൊണ്ട് നിന്നു. ഇതിനിടയിൽ തന്നെ 2 തവണ ലൈബ്രറിയിൽ പോയിരുന്നു. ആകെ വല്ലാത്തൊരവസ്ഥ. ലൈബ്രറിയുടെ അങ്ങേ മൂലയ്ക്ക് ആരും പെട്ടെന്ന് കാണാത്തൊരിടത്ത്, അല്ലെങ്കിൽ ആരുടെയും ശ്രദ്ധ തന്നിലേക്കെത്താതെ അങ്ങനൊരിടം. ഏതൻ കയ്യിലിരുന്ന ബുക്ക് വെറുതെ മറിച്ചു. ഒന്നിലും മനസ്സുറയ്ക്കാത്ത പോലെ അവൻ കയ്യിലിരുന്ന മൊബൈലിൽ വെറുതെ ഒന്ന് പരതി. മനസ്സിനെ പിടിച്ചടക്കിയ വരികളിലൂടെ, അതിൻ്റെ സ്വരത്തിലൂടെ അവൻ്റെ കണ്ണു മൂടി. പുകയുന്ന മനസ്സോടെ അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചതും ആ മിഴിക്കോണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി. വസു, വസു, ഈ ചെക്കൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ പോയി കിടക്കുക? ഉറക്കം എഴുന്നേറ്റതും ചായയെന്ന് കൂവി വിളിച്ചവനെയാണ് ഇപ്പോൾ നോക്കുമ്പോൾ കാണാത്തത്. ടീച്ചർ കുഴഞ്ഞിട്ട് ഉമ്മറത്തെ സോപാനത്തിൽ കൊണ്ടുപോയി വെച്ച് അവിടെയെല്ലാം നോക്കുമ്പോൾ കണ്ടു പിച്ചിയും മുല്ലയും പടർന്നു കിടക്കുന്ന മാവിൻ്റെ ചോട്ടിൽ നിന്ന് മൊട്ടുകൾ പിച്ചുന്നവനെ. വസു, ആ ചെറിയമ്മേ വരുന്നു. ഇതെന്ത് കഷ്ടമാ ചെക്ക, വല്ല പെങ്കൊച്ചുമായിരുന്നെങ്കിൽ പോട്ടേന്ന് വെച്ചേനെ. ഇതിപ്പോൾ നിനക്കെന്തിനാടാ ഈ മൊട്ടുകൾ? അതെന്താ ചെറിയമ്മേ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ പൂവിൻ്റെ മണം ഒക്കുള്ളൂ. ഞങ്ങളെന്താ മനുഷ്യരല്ലേ, ഞങ്ങൾക്കെന്താ പൂ പറിച്ചുകൂടെ? ഒരു കണ്ണുറുക്കി അവൻ കുസൃതി കാണിച്ചു. എൻ്റെ പൊന്നു മോനെ, നീ ആളെ വിട്ടേ. നിന്നോട് ചോദിച്ച എന്നെ വേണം തല്ലാൻ. അങ്ങനെ പറയല്ലും. ചെറിയമ്മ എൻ്റെ പാവം ചെറിയമ്മയല്ലേ, ആ ചെറിയമ്മയെ ഞാൻ തല്ലുമോ? പറ ചെറിയമ്മേ. കൊഞ്ചിച്ചുകൊണ്ട് വസു അവരുടെ താടി പിടിച്ചതും ഈ ചെക്കനെ കൊണ്ട് തോറ്റു. അവൻ്റെ തോളിലൊന്ന് തല്ലിയവർ അകത്തേക്ക് നടന്നു.
ആ പിന്നെ വസു, എതു വന്നു കേട്ടോ. വന്നോ? ആ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ആ, വന്നതേ തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നു. ഞാൻ നോക്കാം. അവൻ ഏതൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വേഷം പോലും മാറാതെ കിടക്കുന്നവനെ. യദു, തോളിൽ തട്ടി പയ്യെ വിളിച്ചതും ഏതൻ കണ്ണു തുറന്നു. ഞെട്ടിക്കൊണ്ടവൻ ഒരിക്കൽ കൂടി മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി. വസുവേട്ടാ! പിടഞ്ഞെഴുന്നേറ്റവൻ അത്രയും സന്തോഷത്തോടെ അവൻ്റെ കഴുത്തിലൂടെ വട്ടം ചുറ്റിപ്പിടിച്ച് ഉറക്കെ വിളിച്ചു. വസുദേവ് എന്ന ഏതൻ്റെ വസുവേട്ടൻ. ഏതൻ. അവൻ ഈ പാട്ടിനോടുള്ള അടുപ്പം തന്നോളം അറിഞ്ഞവരാരും ഉണ്ടാകില്ല. എന്നോ ഈ ഈണത്തിൽ ആകൃഷ്ടനായി ഒപ്പം കൂട്ടിയ പാട്ടാണിത്. പിന്നെപ്പോഴോ അതിൻ്റെ വരികളിൽ അവൻ മറ്റെന്തൊക്കെയോ കണ്ടെത്താൻ തുടങ്ങി. യദു, എന്താടാ? ആ തോളിൽ തട്ടി ചോദിക്കുമ്പോഴും അവൻ അറിയാമായിരുന്നു എന്തൊക്കെയോ ആ ഉള്ളിൽ പുകഞ്ഞു കത്തുന്നുണ്ടെന്ന്. പക്ഷേ ഒന്നും തിരിച്ചറിയാൻ നിന്നില്ല. അല്ലെങ്കിലും ആരോടും ഒരു പ്രശ്നങ്ങളും അങ്ങോട്ട് പോയി ചോദിക്കാറില്ല. പലപ്പോഴും അതിനാവശ്യം വരാറില്ലെന്നാണ് ചുരുക്കം. അതുകൊണ്ട് അങ്ങനെ ഇരുന്നു കൊടുത്തു. ഇത്തിരി നേരം കഴിഞ്ഞതും തന്നിലെ ആ പിടി അയഞ്ഞു. പതിയെ ഏതൻ നേരെയിരുന്നു. ചാഞ്ഞിരുന്ന വസുവും. ഓക്കെ? വെറുതെ കവളിലൊന്ന് തട്ടി ചോദിച്ചതും കിട്ടിയ പുഞ്ചിരി വസുവിൻ്റെ നെറ്റിയിൽ 3 വരകൾ വീഴ്ത്തുന്നതായിരുന്നു. എന്താടാ, ഫസ്റ്റ് ഡേ അങ്ങോട്ട് തകർക്കാൻ പറ്റിയില്ലേ? പിള്ളേർക്കൊക്കെ മുടയാണോ മാഷേ? എഴുന്നേറ്റ് ഓപ്പോസിറ്റ് സൈഡിലെ മേശയിലേക്ക് ചാരി നിന്ന് പുരികം പൊക്കിയും താഴ്ത്തിയുമുള്ള ചോദ്യത്തിന് നനുത്തൊരു പുഞ്ചിരിയായിരുന്നു മറുപടി. വസു തലയൊന്ന് 2 വശത്തു മാട്ടിക്കൊണ്ട് ചൂണ്ടുവിരൽ താടിയിൽ തട്ടി വെറുതെ അവൻ്റെ മുഖത്തു നോക്കി നിന്നു. ആകെ ക്ഷീണിച്ച പോലെയാണിരിപ്പ്. ഒരുമാതിരി ചടഞ്ഞുകൂടി, ഒട്ടും ഉന്മേഷമില്ലാതെ. അതെന്തായാലും ശരീരത്തിൻ്റെ അല്ലെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ നേരമൊന്നും വസുവിന് വേണ്ടി വന്നില്ല. എഴുന്നേൽക്കടാ, എന്നിട്ട് ചായ കുടിക്ക്. അല്ലേ പോയി കുളിക്ക്, എന്നിട്ട് ചായ കുടിച്ചാൽ മതി. എഴുന്നേൽക്ക്. പിന്നെയും കട്ടിലിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നവനെ എങ്ങനെയൊക്കെയോ തള്ളിപ്പിടിച്ച് കുളിമുറിയിൽ കയറ്റി വസു. അന്തിച്ചോപ്പിൻ്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് ദീപങ്ങളുടെ പ്രഭയിൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന വിഗ്രഹത്തിലേക്ക് നോക്കി കൈകൂപ്പുമ്പോഴും ആരാധനാമൂർത്തിക്കപ്പുറം മറ്റൊരു മുഖം മാത്രം മനസ്സിൽ തെളിയുന്നത് കാണെ ഏതൻ കണ്ണുകൾ ഒരിക്കൽ കൂടി ഇറുക്കിയടച്ചു. എന്തൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും വിതുമ്പി നിൽക്കുന്ന മുഖവും അടർന്നു വീഴാൻ പോലും തന്നോട് അനുവാദം ചോദിക്കുന്ന മിഴിനീരും അവൻ്റെ മനസ്സിനെ കൂടുതൽ കൂടുതൽ വിഷമിപ്പിക്കുമെന്നറിയാമായിരുന്നെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഏതൻ. ഈ ദീപാരാധനയുടെ സമയം പൊളിയാ അല്ലേടാ? എന്തേട്ടാ? തോളിൽ തട്ടിയുള്ള പറച്ചിൽ എന്തെന്ന് കേൾക്കാത്തവൻ ആൽത്തറയിൽ കയറിയിരിക്കും മുന്നേ വസുവിനോട് ചോദിച്ചു. ഒന്നുമില്ല, നീ പോ. പിണങ്ങും പോലെ മുഖം കൂട്ടി അവൻ അല്പം പൊക്കമുള്ള ആൽത്തറയിലേക്ക് കയറിയിരുന്നു. സോറി ഏട്ടാ, ഞാൻ കേട്ടില്ല. കുറ്റം ചെയ്ത കുട്ടിയെപ്പോലെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്നവനെ കാണെ വർഷങ്ങൾക്ക് മുന്നേ തൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞൊരു യദുവിനെയാണ് വസുവിന് ഓർമ്മ വന്നത്. അല്ലെങ്കിലും ഇന്ന് കണ്ട നേരം മുതൽ ആ യദുവിനെ മാത്രമാണല്ലോ താൻ കാണുന്നതെന്നോർക്കെ താടിത്തുമ്പിൽ ചൂണ്ടുവിരൽ തട്ടിയവൻ അവന് നേരെ നോക്കി കണ്ണു ചിമ്മിയൊന്ന് ചിരിച്ചു. അത് കണ്ടതും ഏതനും ആവനാഴിയിൽ സൂക്ഷിച്ചിരുന്ന പഴകിയൊരു പുഞ്ചിരി വെറുതെ ചുണ്ടിലെടുത്തണിഞ്ഞു. അല്പം പോലും ആത്മാർത്ഥത തൊട്ട് തീണ്ടാത്ത ഒന്ന്. വസു തലയൊന്ന് കുടഞ്ഞ് മുന്നിലെ കാഴ്ചയിലേക്ക് കണ്ണു നട്ടു. യദു. ആ ഏട്ടാ. ഈ ആൽമരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നിനക്ക്? എവിടെയോ നോക്കിയാണ് ചോദ്യം. അവനൊന്നും പറഞ്ഞില്ല. ഈ ആൽമരത്തിനുണ്ടല്ലോ നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളെ വലിച്ചെടുക്കാൻ കഴിയും. യദു വസുവിന് നേരെ ചരിഞ്ഞിരുന്നു. സത്യമാണടാ, നമ്മളൊന്നും പറഞ്ഞില്ലേലും ആൽമരം നമ്മുടെ ഉള്ളിലേക്ക് നാം അറിയാതെ ചെന്ന് നാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിഷമങ്ങളെ ഒരു കാറ്റ് പോലെ നമ്മളിൽ നിന്നും കവർന്നെടുത്ത് ഈ അന്തരീക്ഷത്തിലേക്ക് ചേർത്ത് കളയും. അതാണ് ഒരുമാതിരിപ്പെട്ടവരൊക്കെ അല്പനേരമെങ്കിലും ആലിൻ്റെ ചോട്ടിൽ വന്നിരിക്കുന്നത്. നാം അറിയാതെ തന്നെ നമ്മുടെ പ്രശ്നമൊക്കെ മാറുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയല്ലേടാ? കണ്ണ് ചിമ്മിയുള്ള ചിരിയിൽ ഏതനും പുഞ്ചിരിച്ചു പോയി. അതാണ് വസു. ഏതനും അറിയാമായിരുന്നു ഈ പറഞ്ഞതൊക്കെ പൊതുവായ രീതിയിൽ തന്നോട് പറയുന്നതാ, തനിക്ക് വേണ്ടി മാത്രമാണെന്ന്. അല്ലെങ്കിലും ആളൊരു ജിന്നാണ്. അങ്ങനെയൊന്നും ആർക്കും പിടികൊടുക്കാത്ത ഒരു പ്രത്യേക ക്യാരക്ടർ. അതുകൊണ്ടാകും മിക്കപ്പോഴും ആ വീട്ടിൽ നിന്ന് പുറത്താകുന്നത്. തൻ്റെ പ്രിൻസിപ്പളുമായി വീട്ടിലെ പ്രിൻസിപ്പാളിന് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് താൻ തൻ്റെ പ്രിൻസിപ്പൾ അനുസരിച്ച് ജീവിക്കുന്നു എന്നാണ് കുടുംബയോഗങ്ങളിൽ ആള് കൊടുക്കുന്ന ന്യായം. പിന്നെ വല്യച്ഛൻ്റെയും വല്യമ്മേനെ അറിയാവുന്നവർ അത് തർക്കിക്കാനും പോകാറില്ല.
അതാണ് വേറൊരു സത്യം. പക്ഷെ തൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നോളം അല്ലെങ്കിൽ തന്നിലും പ്രിയപ്പെട്ടവനാണ്. മുന്നിൽ നിൽക്കുന്നയാളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന എന്തോ ഒരു മാജിക്ക് ആളിലുണ്ടെന്നറിയാം. അത് കുറേയൊക്കെ ബൈ ബർത്താണെങ്കിൽ ബാക്കിയൊക്കെ ആള് നേടിയെടുത്തതാണ്. വാരണസി കോളേജിൽ MSW ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറാണ് വസു. ഒപ്പം തന്നെ കൗൺസിലിംഗ് സൈക്കോളജിയിൽ PG കഴിഞ്ഞു. ഇമോഷണൽ വെൽബിംഗ് ആൻഡ് ചലഞ്ചേഴ്സ് ഓഫ് അഡോൾട്ട് ഗ്രൂപ്പ് എന്ന വിഷയത്തിൽ റിസർച്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഫോണിലൂടെ പറയുന്നുണ്ടായിരുന്നു. മനുഷ്യ മനസ്സിനെ അത്രത്തോളം ആഴത്തിലറിയാൻ കഴിയുന്നൊരാളുടെ മുന്നിൽ തനിക്ക് മുഖം മൂടിയില്ലെന്നറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഒരു നെടുവീർപ്പ് കൊണ്ട് ഏതൻ തന്നിലേക്ക് വന്നു വീണ ആലില കയ്യിലെടുത്ത് നോക്കി. ആഹാ, അകത്തിരിക്കുന്ന മൂർത്തിക്ക് നീ പ്രിയപ്പെട്ടവനാണല്ലോ യദു. എഴുന്നേറ്റ് നിന്ന് മുണ്ടിന് പിന്നിലെ മണൽത്തരികളെ തട്ടിയിടും വഴി പിന്നെയും ആ കണ്ണുകൾ ചിരിച്ചു. നീ ഇങ്ങനെ കണ്ണുകുറിപ്പിക്കണ്ട. നമ്മുടെ വിശ്വാസമനുസരിച്ച് ക്ഷേത്ര ദർശനത്തിന് ശേഷം നമ്മുടെ ദേഹത്തേക്ക് ആലില വന്ന് വീണാൽ എന്താണോ നാം പ്രാർത്ഥിച്ചത് അത് നടക്കുമെന്നാ. ഏതൻ പിന്നെയും കണ്ണിൽ സംശയം നിറച്ച് അവനെ നോക്കി. ചേടാ, സത്യമാണിടാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നീ ഇപ്പോൾ അകത്ത് കയറിയപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിച്ചു കാണുമല്ലോ. അത് നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. അങ്ങനെ നടന്നാൽ പിന്നെ ഞാൻ പറഞ്ഞത് നീ കേൾക്കുമല്ലോ. വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടെ കണ്ണിൽ നോക്കി പറയുന്നവനെ ഏതൻ ചെറുങ്ങനെ ഒന്ന് നോക്കി. ആടാവൂവേ, നേരാ. രണ്ട് കൈയിലെയും പൊടിയും തട്ടി മുന്നിലേക്ക് നോക്കി നിൽക്കുന്നവൻ്റെ വാചകം ഈ നേരം കൊണ്ട് പിന്നിൽ നടക്കുന്നതിനും വിശ്വസിക്കാൻ തുടങ്ങിയിരുന്നു. എപ്പോഴും മുത്തശ്ശിയിൽ നിന്നും കേട്ടുകേൾവിയുള്ളൊരു കാര്യമാണിപ്പോൾ പറഞ്ഞത്. നുണയോ നേരോ സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷേ ഈ നേരത്ത് അത് നേരാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ ഒരു പക്ഷേ പകരം കിട്ടുന്നത് പിന്നിലൂടെ ഓരോന്നോർത്തു വരുന്നവൻ്റെ മനസ്സമാധാനവും പുഞ്ചിരിയുമാകും. ആ ഒരു ഉദ്ദേശത്തിൽ തട്ടിവിട്ടതാണ്. എന്തായാലും ഏറ്റെന്ന് തോന്നുന്നു. വന്ന നേരത്തുണ്ടായിരുന്ന ശോകം ആ മുഖത്തിപ്പോഴില്ല. ഒരിക്കൽ കൈ പിടിച്ച് കരകയറ്റിയതാണ്. പക്ഷേ അതൊരു പൂർണ്ണതയിലായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നില്ല. നോക്കാം എവിടെ വരെ പോകുമെന്ന്. അല്ലേലും മെല്ലെ മെല്ലെ പോകുന്നതാണ് തനിക്കിഷ്ടം. ശക്തമായൊരു കാറ്റിൽ വട്ടം കറങ്ങി വന്നൊരു ആലില തോളിൽ തട്ടി നിലത്ത് വീഴുമ്പോൾ മുന്നേ ഉള്ളം കൈയിലാക്കിയവൻ മെല്ലെ മൊഴിഞ്ഞു. നിന്റെ എല്ലാ പ്രാർത്ഥനകളും ഫലിക്കും. അത് കേട്ടതും അവൻ്റെ മുഖം തെളിഞ്ഞു. ഇങ്ങോട്ടേക്ക് ഞാനല്ലേ വണ്ടി ഓടിച്ചത്. പിന്നിലേക്ക് കയറാൻ പോയവൻ ഒരു നിമിഷം അറച്ചുകൊണ്ട് വസുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഒപ്പം മൂളുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ നീ വണ്ടി ഓടിക്കുന്നതിനെപ്പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? ഒറ്റപ്പുരികം പൊക്കിയും താഴ്ത്തിയുമുള്ള ടിപ്പിക്കൽ വസു ചോദ്യം. അത് കണ്ടതും ചൂണ്ടുവിരലും നടുവിരലും നെറ്റിയിൽ ഒന്നമർത്തി ഏതൻ വസുവിനെ നോക്കി തലയാട്ടി. മാറ്, ഞാൻ വണ്ടി എടുത്തോളാം. പിന്നിലേക്ക് കയറാൻ പോയവൻ ഇറങ്ങിയിട്ടുണ്ട്. ചാവി ചോദിച്ചു. എടാ, അതിന് നിന്നോട് വണ്ടി എടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. വെറും അഭിപ്രായമല്ലേ ചോദിച്ചുള്ളൂ. ചാവി ആ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ആദ്യം ചാടിക്കയറിയിരുന്നവൻ പതുക്കെ അതിൽ നിന്നും എഴുന്നേറ്റ് അവന് മുന്നിലേക്ക് നിന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാതിരിക്കാനാണ് ഞാൻ തന്നെ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞത്. അല്പം പുച്ഛത്തോടെ തന്നെ അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓ, പുച്ഛം. കുറച്ചു മുന്നേ അയയിലെ തുണി പോലെ കിടന്നവനാ. ഞാൻ കുറച്ച് മോട്ടിവേഷൻ കൊടുത്തപ്പോൾ കയറി അങ്ങ് ചാർജായി. എന്നിട്ടിപ്പോൾ ആ ചാർജ് എൻ്റെ പുറത്ത് തന്നെ തീർക്കുന്നു. പറഞ്ഞു തുടങ്ങിയാൽ ഇതിലും ലോക്കലാകുമെന്നറിയാവുന്നതുകൊണ്ട് ഏതൻ മറുപടി ഒന്നും കൊടുക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ അത്രയും മൂടിയായി ഇരുന്നു കൊണ്ടാണ് വണ്ടിയെടുത്തത്. ഇനി അങ്ങോട്ടും താൻ തന്നെ ഓടിച്ചാൽ പുറകിലിരുന്ന് ആലോചിച്ച് കൂട്ടുന്നതിൻ്റെ അളവ് താൻ ഉദ്ദേശിക്കുന്നതിനും വലുതാകുമെന്നറിഞ്ഞുകൊണ്ടാണ് അങ്ങനെയൊക്കെ കയറി പറഞ്ഞത്. ഇതിപ്പോൾ ശ്രദ്ധ മുക്കാലും വണ്ടിയിലാകുമ്പോൾ വീട്ടിൽ ചെല്ലുന്നത് വരെ വേറൊന്നും ആലോചിക്കില്ല. ഒപ്പം പിന്നിലിരുന്ന് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് എത്രയായാലും വണ്ടി ഓടിക്കുമ്പോൾ കിട്ടില്ല. ആ ഒരു സുഖത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കവല കഴിഞ്ഞ് ഇടത്തേക്ക് തിരിയേണ്ടവൻ വലതു തിരിഞ്ഞു പോകുന്നത് ശ്രദ്ധിച്ചത്. യദു, എടാ, നമുക്ക് അപ്പുറത്തെ വഴി കൂടെ അല്ലേ പോണ്ടേ? ഞെട്ടിക്കൊണ്ട് വസു ചോദിച്ചു. ഇതിപ്പോൾ ഏത് വഴിയാൽ പോയാലെന്താ? ഏട്ടൻ്റെ വീടെത്തിയാൽ പോരെ? നിന്റെ ഈ ചോദ്യം ന്യായമാണെങ്കിലും പക്ഷെ ഞാൻ ചോദിച്ചതിലുള്ള ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റൂ. അവൻ്റെ മുഷിഞ്ഞ സംസാരത്തിന് അല്പം കുസൃതിയുള്ള മറുപടിയാണ് കൊടുത്തത്. തൽക്കാലം ഉത്തരം തരുന്നില്ല. എന്തേ? ഇത്തവണ അല്പം വാശിയും കൂടി അതിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇത്തിരി ദൂരം കൂടി ചെന്നതും മനസ്സിലായി എപ്പോഴൊക്കെയോ താനെന്ന് നടന്ന വഴികളാണ്. നിമി നേരം കൊണ്ട് വസുവിൻ്റെ ചിന്തകൾ പല വഴിയിൽ സഞ്ചരിച്ചു. എത്തി നിൽക്കുന്നതെല്ലാം ഒരേ പോയിന്റിലാണെന്ന് മനസ്സിലായപ്പോൾ വസുവിൻ്റെ ഉള്ളൊന്ന് കാളി.
ഞെട്ടൽ അതിൻ്റെ പൂർണ്ണരൂപം പ്രാപിച്ചത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ കണ്ട മേലെപ്പാടെന്ന വീട്ടുപേരിലേക്കും. ഏതൻ വണ്ടി വളരെയധികം സ്ലോ ആക്കി. അവൻ്റെ കണ്ണുകൾ ഉള്ളിലേക്ക് ആർത്തി പിടിച്ചു പാഞ്ഞു. തുളസിത്തറയിൽ വിളക്ക് വെച്ചിട്ടുണ്ട്. ഉമ്മറത്ത് വെട്ടം ഇടാത്തതുകൊണ്ട് അതിൻ്റെ പ്രഭ ഇവിടെ വരെ കാണാം. അകത്തുള്ള വെളിച്ചത്തിൽ ഏതെങ്കിലുമൊക്കെ നിഴലുകളെ അവൻ്റെ കണ്ണുകൾ തേടി. അല്ല, ഒരേ ഒരു നിഴലിനെ. ഇല്ല, ആരുമില്ല. ഏതിൻ്റെ നെഞ്ചിടിപ്പ് മുന്നത്തെ പോലെ താളം തെറ്റാൻ തുടങ്ങി. എന്തായിട്ടുണ്ടാകും? വയ്യാഴിക മാറിക്കാണില്ലേ? ഒന്നുള്ളിലേക്ക് കയറിയാലോ? ചെന്നാൽ തന്നെ എന്തു പറയും? മാഷാണെന്ന് പറഞ്ഞ് അകത്തേക്ക് ചെന്നാൽ? വേണ്ട. പ്രതീക്ഷിക്കാതെ മുന്നിൽ ചെന്നാൽ ഒരുപക്ഷെ? വേണ്ട, ഒട്ടും വേണ്ട. ബുദ്ധിയും ബോധവും ഹൃദയവുമൊക്കെ ചേർന്നൊരു വടംവലി. സ്വസ്ഥമായിരിക്കുന്നു എന്നറിഞ്ഞാൽ മതി. അവൻ്റെ കണ്ണുകൾ പിന്നെയും ആർത്തിയോടെ ചുറ്റുപാടുമലഞ്ഞു. അതേസമയം മറ്റൊരാളുടെ കണ്ണുകളും അവനിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. സൈഡിലെ മിററിലൂടെ കാണുന്ന അവൻ്റെ ഓരോ ഭാവങ്ങളും സസൂക്ഷ്മം ആ കണ്ണുകൾ ഒപ്പിയെടുത്തു. ഒരു നിമിഷം കൂടി അവനെ അങ്ങനെ നോക്കി നിന്നു. ഒപ്പം ഇരിക്കുന്നവൻ്റെ മുഖത്തെ ടെൻഷൻ കൂടുന്നുവെന്ന് തോന്നിയതും വസു അവൻ്റെ തോളിൽ തട്ടി. എന്താടാ, വണ്ടി കംപ്ലൈൻ്റ് ആയോ? തോളിൽ തട്ടിയുള്ള ആ ചോദ്യം അവൻ കേട്ടില്ലെന്ന് തോന്നി. എന്താ ഏട്ടാ? നിന്റെ പടക്കുതിര ഓഫായോ? അല്ല, നീ വണ്ടി നിർത്തിയേക്കുന്നത് കണ്ട് ചോദിച്ചതാ. ആ പെട്ടെന്ന് ഓഫായി. ഓഫായെന്ന് എനിക്കും മനസ്സിലായി. ഒന്നിരുത്തി പറഞ്ഞുകൊണ്ട് വസു അവൻ്റെ തോളിൽ തട്ടി. ഇനിയും അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയതുകൊണ്ടോ എന്തോ ഏതൻ വണ്ടിയെടുത്തു. അപ്പോഴും ഇടം കണ്ണിലൂടെ അവൻ്റെ നോട്ടം ആ വീടിനുള്ളിലേക്ക് തന്നെയായിരുന്നു. അല്ല, വിളക്ക് വെച്ചിട്ട് നിനക്ക് പഠിക്കാനൊന്നും ഉദ്ദേശമില്ലേ? മുന്നിൽ കൈ കെട്ടി നിന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നവളെ ദയനീയമായി ഒന്ന് നോക്കി ആമ്പൽ. എന്താ, ഇനി വേറെ വല്ല ന്യായീകരണമുണ്ടോ? അല്ല, ഇതുവരെ വിളക്ക് വെച്ചിട്ടിരുന്ന് പഠിച്ചോളാം എന്നാ പറഞ്ഞത്, അതുകൊണ്ട് ചോദിച്ചതാ. പഠിക്കാൻ തുടങ്ങുക. തൊട്ടടുത്തിരുന്നവൾ അത് കേട്ടോന്ന് പോലും അറിഞ്ഞില്ല. അത്രയും ഒച്ച താഴ്ത്തിയായിരുന്നു മറുപടി. എന്താ? അത് പഠിക്കാൻ പോവാന്ന് പറഞ്ഞതാ. ഓ, വലിയ ഉപകാരം. അവൾക്ക് മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് രമ്യ പറഞ്ഞതും ആമ്പൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഇന്ന് വീട്ടിൽ വന്നപ്പോൾ മുതൽ ഇതാണ് ഭാവം. ആകെ ദേഷ്യം പിടിച്ചാണ് ചോദ്യവും പറച്ചിലുമൊക്കെ. കാര്യം അറിയാവുന്നതുകൊണ്ട് തിരിച്ചു മുഷിഞ്ഞില്ല. ഇനിയിപ്പോൾ നാളെ അവരെ കണ്ടാലും അവർ രണ്ടുപേരും ഇങ്ങനെയൊക്കെ തന്നെ തന്നോട് പെരുമാറും. അവളൊന്ന് ദീർഘനിശ്വാസം എടുത്തു. ആദ്യം ഇന്നത്തെ നോട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം പറഞ്ഞുകൊണ്ട് ആസി കൊണ്ടുവന്ന നോട്ട്ബുക്ക് മുന്നിലേക്ക് എടുത്തു വെച്ച് രണ്ടുപേരും നോക്കി എഴുതി തുടങ്ങി. ഇംഗ്ലീഷും കെമിസ്ട്രിയും മാത്സും ഒക്കെ കഷ്ടി ഒരു പേജ് മാത്രം എഴുതാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അരമണിക്കൂർ പോലും വേണ്ടി വന്നില്ല എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ. ഒക്കെ എഴുതി തീർത്തതും ആമ്പലു രമ്യയെ നോക്കി. ഇടതുവശത്തിരിക്കുന്നവളുടെ നോട്ടം കാണുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ അവസാന ബുക്കെടുത്ത് മുന്നിലേക്ക് വെച്ചു. ഫിസിക്സ്. പുറംചട്ട വായിച്ചതും ആമ്പലു രമുവിനെ പെട്ടെന്ന് നോക്കി. എന്തേ, ഇത് കാണുമ്പോഴും തലകറങ്ങി വീഴാൻ തോന്നുന്നുണ്ടോ? ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ടതും ആമ്പലിൻ്റെ കണ്ണ് നിറഞ്ഞു. മുഖം മേശയോളം താഴുകയും ചെയ്തു. അതുകൂടെ കണ്ടതും അടുത്തിരിക്കുന്നവളുടെ ദേഷ്യം 100-110 സ്പീഡിൽ ഉള്ളിലേക്ക് അരിച്ചു കയറി. ബാ, എഴുന്നേൽക്ക്, മതി, ഇപ്പം തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. അവളുടെ ദേഷ്യം പിടിച്ചുള്ള സ്വരവും അതിൽ പിടിച്ചുള്ള വലിയും കൂടി കണ്ടതും ആമ്പൽ വല്ലാതെയായി. രമു, എന്ത് രമു? നീ എഴുന്നേറ്റേ. മാമൻ എന്തായാലും താഴെ കാണും. ഇപ്പം തന്നെ മാമനോട് പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നാളെ മുതൽ പിന്നെ സ്കൂളിൽ പോകേണ്ടല്ലോ. അങ്ങനെ പോകാതിരുന്നാൽ നിനക്ക് ഈ വിഷയം പഠിക്കേണ്ട, ഒപ്പം പഠിപ്പിക്കുന്ന ആളെ കാണുകയും വേണ്ട. ഇത് രണ്ടും നടക്കുകയാണെങ്കിൽ പിന്നെ തലകറക്കവും മൈഗ്രെയിനും വരികയില്ലല്ലോ. അപ്പം പിന്നെ അതിൻ്റെ പേരിൽ മാസാമാസം വൈദ്യനെ കാണുന്ന കാശ് മാമന് മിച്ചം പിടിക്കുകയും ചെയ്യാം. കുറേ നാൾ കഴിഞ്ഞാൽ അങ്ങനെ മിച്ചം പിടിച്ച കാശുകൊണ്ട് വല്ല വായി നോക്കിയും കൊണ്ട് മാമൻ നിന്നെ കെട്ടിച്ചുകൊള്ളും. ആകെ മൊത്തം ലാഭം. ബാ, താഴേക്ക് പോ. എന്തുവാ രമു, എന്തിനാ? രമ്യയുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ആമ്പലു കരയാൻ തുടങ്ങി. പിന്നെ എന്താ വേണ്ടത്? നിനക്ക് പഠിക്കാൻ വയ്യ, പഠിക്കുന്ന സാറിനെ നോക്കാൻ വയ്യ. വന്ന് വന്ന് ഒരു ബുക്ക് മുന്നിൽ കണ്ടാൽ പോലും വിറയ്ക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നീ ഇനി പഠിക്കണ്ട, അതാ നല്ലത്. പിന്നെ മാമന് നീ ഡോക്ടറെ കാണാനുള്ള സ്വപ്നം, അത് പുള്ളി മരിക്കുന്നവരെ സങ്കടമൊക്കെ കൊടുത്തേക്ക്. എന്നാലും പ്രശ്നമില്ല, നിന്റെ മനസ്സമാധാനമാണല്ലോ എല്ലാത്തിലും വലുത്. അതുകൊണ്ട് നമുക്ക് പഠിത്തം ഇന്നത്തോടെ നിർത്താം. രമ്യയുടെ സംസാരം കേട്ടതും ആമ്പലു വിളറി വെളുത്തുപോയി. അവളുടെ ഏങ്ങിയുള്ള കരച്ചിൽ കണ്ടതും രമുവിൻ്റെ കണ്ണും നിറഞ്ഞൊഴുകി. ആമ്പലു, രമു വിളിച്ചതും അടുത്തു വന്നിരുന്നവളുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി കരയാൻ ആമ്പലിന് പിന്നെ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. ഇത്തിരി നേരം കഴിഞ്ഞതും ശബ്ദമൊക്കെ മാറി ഏങ്ങലടി മാത്രമായി.
മെല്ലെ മെല്ലെ അത് ശ്വാസമെടുക്കുന്ന മാത്രമായി ചുരുങ്ങി. അവളുടെ ഈ അവസ്ഥ കാണുമ്പോൾ സങ്കടം വന്ന് തൊണ്ടയിൽ കുടുങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പം താൻ അയഞ്ഞാൽ തല രണ്ട് സൈഡിലേക്കും വെട്ടിച്ചുകൊണ്ട് അവൾ മൊത്തത്തിൽ തല കുടഞ്ഞു. പിന്നെ ശ്വാസം ആഞ്ഞു വലിച്ച് മനസ്സിനെ സ്വയം നേരെയാക്കി. ഒന്ന് സ്വസ്ഥമായെന്ന് തോന്നിയതും രമു അവളെ കട്ടിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. "ആമ്പലു, ചെല്ല്, പോയി മുഖം കഴുകിയിട്ട് വന്നേ, എഴുന്നേൽക്ക്." എഴുന്നേൽക്കാതെ പിന്നെയും തൻ്റെ മടിയിലേക്ക് ഒന്നും കൂടി അരികു പറ്റിയവളെ നിർബന്ധിച്ച് ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ഇത്തിരി കഴിഞ്ഞതും മുഖമൊക്കെ കഴുകി മൂക്കെല്ലാം ചുവന്ന് കണ്ണൊക്കെ മഷി പടർന്ന് മെല്ലെ നടന്നു വന്നു. "ബാ, ഇവിടെ ഇരി." വലതുവശത്ത് കൈ നീട്ടി ആമ്പലിനെ പിടിച്ചടുത്തിരുത്തി. "ഞാൻ അച്ഛൻ്റെ അടുത്ത് പോണ്ട രമു." ചുണ്ട് വിറച്ചുകൊണ്ട് പറയുന്നവളെ രമു ചേർത്തു പിടിച്ചു. "പോകണ്ട." കണ്ണുനീർ തുടച്ചു കൊടുക്കുമ്പോൾ രമ്യ പറയുമ്പോൾ അവളുടെ കണ്ണും നിറഞ്ഞിരുന്നു. ഞാൻ കാരണം എല്ലാവർക്കും വിഷമമാ അല്ലേ?" രമുവിൻ്റെ കണ്ണു തുടച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും വിതുമ്പാൻ തുടങ്ങുന്നവളെ തോളിൽ ഒന്ന് തല്ലി രമു മുഖം വീർപ്പിച്ചു. "ഒന്നങ്ങോട്ട് തീർന്നിട്ടില്ല, അപ്പോഴേക്കും ഇനി ഇതും പറഞ്ഞു തുടങ്ങിക്കോ നീ." "അല്ല, അറിയാത്തോണ്ടാമ്പലു, നിനക്ക് മോങ്ങാനിങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടേടി." വല്ലാത്തൊരു പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞതും ആമ്പലിൻ്റെ മുഖം കൂർത്തു. ഇത്തിരി മുന്നേം കൂടി ആർത്ത് കരഞ്ഞവളാ. മനസ്സിലുള്ള ഭാവങ്ങളൊക്കെ അതുപോലെ പ്രകടിപ്പിക്കുന്ന ഒരു പാവമാകാം, പക്ഷേ ആരും ഇത്രയും ഒന്നും പാവമാകരുത്. ആ ഒരു ചിരിയോടെയാണ് രമ്യ പോയി ആസിയുടെ ബുക്കും എടുത്ത് കട്ടിലേക്ക് വന്നിരുന്നത്. "ആമ്പലു, മാമൻ്റെ ആഗ്രഹമാണ് നിന്റെ പഠിത്തം." അധികമൊന്നും നീട്ടിപ്പറയാതെ രമു ഫിസിക്സിൻ്റെ ബുക്ക് ആമ്പലിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. "എന്തായിടി?" ആദ്യത്തെ റിങ് പോലും പോയോന്ന് സംശയം തോന്നും മുന്നേ അപ്പുറത്തുനിന്ന് ഫോൺ എടുത്ത് ആസി ആദ്യം ചോദിച്ചത് അതായിരുന്നു. "എന്താകാൻ, നമ്മുടെ പ്ലാൻ പ്രകാരം ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഏറ്റിട്ടുണ്ടെന്ന് ഭഗവാൻ അറിയാം." "അങ്ങനെ ഭഗവാനെ അറിയത്തുള്ളായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടി പുല്ലേ നിനക്ക് ക്ലാസ് തന്ന അവളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്?" "ദേ ആസി, വെറുതെ ചൊറിഞ്ഞോണ്ട് വരരുത്. ഇന്ന് വീട്ടിൽ പോലും പോകാതെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവളെ നേരെയാക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരൊറ്റ നേരം എന്തെങ്കിലും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി ആളെ നേരെയാക്കാൻ എൻ്റെ മുന്നിലുള്ളത് ആസിയല്ല, ആമ്പലുമാണ്. എന്തു പറയുമ്പോഴും അത് ഓർമ്മ വേണം." അറിയാതെ രമ്യയുടെ ശബ്ദവും അവനൊപ്പം ഉയർന്നുപോയി. "എടി പുല്ല്, തൊള്ള ഇങ്ങനെ തുറക്കാതെ, അവിടെയുള്ളവർ ആരെങ്കിലും കേൾക്കുമ്പടി പട്ടി." ആസി പല്ലും കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ തല ഒറ്റ നിമിഷം കൊണ്ട് 360 ഡിഗ്രിയിൽ ചുറ്റും പരതി. "ഏയ് ഇല്ലടാ, ആരുമില്ല. ഇന്ന് ഞാനിവിടെ ഉണ്ടായതുകൊണ്ട് ആൻറ്റി എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന തിരക്കിൽ അടുക്കളയിലാ. അങ്കിൾ പിന്നെ കടയിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. മിച്ചമുള്ളത് നമ്മുടെ കരച്ചിൽ കുട്ടി. അതിപ്പോൾ കയ്യിൽ കിട്ടിയ ഫിസിക്സിൻ്റെ നോട്ട്ബുക്ക് നോക്കി പഠിക്കുവാണോ അതോ ബോധം കെട്ടി കിടക്കുവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആസി. അതുകൊണ്ട് നീ വലിയ ടെൻഷനൊന്നും ആവണ്ട." അല്പം വിടർന്ന ചിരിയോടെയാണ് രമു അത് പറഞ്ഞതെങ്കിൽ അല്പം ടെൻഷനോടെയാണ് ആസി അത് കേട്ടത്. വൈകുന്നേരം വരുന്ന വഴി ആസിയും നൗഫിയും അവരുടെ വീട്ടിലേക്ക് ചെന്നിരുന്നു. മരുന്ന് കഴിച്ചതോടെ തലവേദന കുറഞ്ഞെങ്കിലും സാധാരണ അവിടെ ചെല്ലുമ്പോൾ അവൾ കാണിക്കുന്ന സന്തോഷമോ ആ കണ്ണിലെ തിളക്കമോ ഒന്നുമില്ലെന്ന് ഒറ്റ നിമിഷം കൊണ്ട് രണ്ടുപേർക്കും മനസ്സിലായതാണ്. അത്ഭുതം തോന്നി. കാലങ്ങൾക്കിപ്പുറം കണ്ട ഒരാളുടെ സാന്നിധ്യം ഇത്രത്തോളം മറ്റൊരാളെ പൂർണ്ണമായും ഇല്ലാതാക്കുമോ എന്ന് ആദ്യമായി തോന്നിപ്പോയി. ഇതിനൊക്കെ കാരണമായവനെ ആ നിമിഷം തല്ലിക്കൊന്നാൽ പോലും എന്താണെന്നുള്ള ഒരു ചിന്ത മനസ്സിലൂടെ പലവട്ടം വന്നുപോയി. സാധാരണ അവിടേക്ക് ചെന്നാൽ എല്ലാവരേക്കാളും മുന്നേ അവരെ വിളിച്ച് അകത്തേക്ക് കയറ്റി എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കുന്നവൾ ഇന്ന് ആകെ ഒതുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇത്തിരി കഴിഞ്ഞാൽ രമ്യ കൂടി പോകും എന്ന് കേട്ടതും അവൾ പിന്നെയും കണ്ണു നിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവൾ ചായ എടുക്കുന്നിടത്തേക്ക് ചെന്നപ്പോൾ ഇന്നൊരു ദിവസം അവളുടെ ഒപ്പം നിൽക്കാൻ രമ്യയോട് ആവശ്യപ്പെട്ടത്. ഒപ്പം ഇത്തിരി ദേഷ്യപ്പെട്ടെങ്കിലും അവളുടെ പേടി അകറ്റണമെന്ന് പറഞ്ഞതും. ആ നേരം കൂടുതലൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇനി പഠിക്കാൻ പോണില്ല എന്നവൾ പറഞ്ഞ വാചകം തിരിച്ച് അവളോട് പറഞ്ഞ് ദേഷ്യപ്പെടാൻ ഐഡിയ കൊടുത്തത് നൗഫിയായിരുന്നു. അവൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും പേടിയും ഏറ്റവും സ്നേഹവും അവളുടെ അച്ഛനാണ്. വല്ലപ്പോഴെങ്കിലും അദ്ദേഹം ചിരിക്കുന്നത് അവളുടെ മാർക്ക്ഷീറ്റ് കാണുമ്പോഴാണെന്ന് പലപ്പോഴും അവൾ തന്നെ പറഞ്ഞറിയാം. അതുകൊണ്ട് അച്ഛൻ്റെ ഇമോഷൻസും പഠിത്തവും ഒക്കെ കൂട്ടിക്കലർത്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തൽക്കാലം അവളുടെ പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള മനസ്സിനെ മറ്റേതെങ്കിലും തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ രമ്യ വിചാരിച്ചാൽ സാധിക്കും എന്നുള്ള ആസിയുടെ വിശ്വാസം കൂടി ആയതും ആ രീതിയിൽ ഒന്ന് ശ്രമിക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെയാണ് കുറച്ചു മുന്നേ കണ്ട ചാട്ടവും ബഹളവുമൊക്കെ.
എന്തായാലും അവരൂഹിച്ച പോലെയാണ് ആമ്പലു ഒരു പരിധി വരെ റിയാക്ട് ചെയ്തത്. ഇനിയിപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ അവൾ ഫിസിക്സിൻ്റെ നോട്ട് എഴുതി പഠിക്കുന്നു എന്നുകൂടി കണ്ടാൽ തങ്ങളുടെ ഈ പെടാപ്പാടൊക്കെ ഒരു പരിധിവരെ സക്സസ് ആകും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. രമു, ആടാ. ഫോണിൽ കേട്ട വിളിയിൽ അവൾ ഒന്ന് ഞെട്ടി. എടി, എന്ത് വന്നാലും അവൾക്കൊപ്പം നമ്മളുണ്ടെന്നുള്ള വിശ്വാസം നീ കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. എടാ, അതൊക്കെ ശരിയാണ്. പക്ഷേ അവൾ ഒരു തൊട്ടാവാടിയാണെന്ന് നിനക്കറിയാമല്ലോ ആസി. തീർത്തും തളർന്നവളെ പോലെ രമു ഒന്ന് നിശ്വസിച്ചു. അറിയാം അവളൊരു തൊട്ടാവാടിയാണെന്ന്. പക്ഷേ നമ്മൾ 3 പേരും അങ്ങനെയല്ലല്ലോ രമു. ഒരാൾ തൊട്ടാലല്ലേ അവൾ വാടൂ. അപ്പം പിന്നെ ആരും അവളെ തൊടാതെ നമ്മൾ നോക്കിയാൽ പോരേടി. മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ച് ആസി അത് പറയുമ്പോൾ ഇപ്പുറത്തു നിന്ന് കിട്ടിയ മൂളലിലും അതേ ഭാവം തന്നെയായിരുന്നു. ആഹാ, മാമ്പഴ പുളിശ്ശേരിയുടെ മണം നോക്കിയേ ചെയ്തു. ഇപ്പോൾ കയ്യിൽ തന്നെ ഇങ്ങനെ അങ്ങ് നിൽക്കാൻ തോന്നുക. ഒരിക്കൽ കൂടി ഉള്ളം കൈയിലെ വാസന ഹൃദയത്തിലേക്ക് ആഴ്ത്തിയെടുത്തുകൊണ്ട് വസു ഏതനെ നോക്കി. സത്യം, നീ എന്തു ഭാഗ്യവാനായതു. ഇത്രയും കൈപുണ്യമുള്ളൊരു അമ്മയെ നിനക്ക് കിട്ടിയില്ലേടാ. എല്ലാത്തിനും മറുപടിയായി ഒരു പുഞ്ചിരി കിട്ടിയെന്നല്ലാതെ ഒരു വാക്കുപോലും ഏതൻ പറഞ്ഞില്ല. സോപാനത്തിൻ്റെ കൈവരിയിൽ അപ്പോഴും പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഏതൻ. ഇതൊരു നടക്ക് പോകില്ല. വസു ഒന്ന് തല കുടഞ്ഞുകൊണ്ട് ഏതൻ അപ്പുറം വന്നിരുന്നു. എടാ, നിനക്കുറക്കം വരുന്നെങ്കിൽ വാ, നമുക്ക് പുറത്തേക്കിരിക്കാം. ചോദിക്കുന്നതിനൊപ്പം തന്നെ വസു ഏതൻ്റെ വലത് കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നിരുന്നു. ചെന്നിരുന്നത് മാവിൻ്റെ ചോട്ടിലെ തടിബെഞ്ചിലും. മാഷ് മിക്കവാറും തൻ്റെ ലേഖനങ്ങളും തീപ്പൊരി പ്രസംഗങ്ങളും എഴുതുന്ന സ്ഥലം. രണ്ടുപേരും കുറേ നേരെ വെറുതെ അങ്ങനെ ഇരുന്നു. ഏതൻ്റെ ഭാഗത്തു നിന്നും ഒരു നിശ്വാസം പോലും കേൾക്കുന്നില്ലെന്ന് തോന്നിയതും വസു അവനെ നേരെ പിടിച്ചിരുത്തി. അമലുവാണോ ഏതു നിന്റെ പ്രശ്നം? ആ ചോദ്യം കേൾക്കാനിരുന്ന പോലെ ഏതൻ വസുവിനെ കെട്ടിപ്പിടിച്ചു. എന്താടാ, എന്താ മോനെ? അന്നത്തെ വാശിയുടെയും ദേഷ്യത്തിൻ്റെയും പുറത്ത് ഞാൻ ചെയ്ത തെറ്റ് ഇന്ന് അതേ അളവിലും വ്യാപ്തിയിലും അവളുടെ ഉള്ളിൽ ഉണ്ടേട്ടാ. അവൻ്റെ സ്വരമിടറി. യദു, സത്യമാണ് ഏട്ടാ. അവൾ ഇപ്പോഴും ഞാൻ പിടിച്ചു തള്ളിയ ആ കയത്തിൽ തന്നെയാ. അപ്പോഴേക്കും വസുവിൻ്റെ തോൾ നനഞ്ഞു തുടങ്ങിയിരുന്നു. യദു, ഡാ നൂന്നേ, എടാ ചോദിക്കട്ടെ യദു. തൻ്റെ തോളിൽ വന്ന് പതിയുന്ന ഓരോ നീർത്തുള്ളിയും വസുവിനെ പൊള്ളിച്ചു. ഏട്ടനല്ലേ അന്ന് പറഞ്ഞേ, കാലങ്ങൾ കഴിയുമ്പോൾ അവളെല്ലാം മറക്കും, പിന്നെ അന്ന് നടന്നതൊക്കെ ഒരു ചെറു പുഞ്ചിരിയോടെ മാത്രമേ അവൾ ഓർക്കൂ എന്നൊക്കെ. ഒന്നുമില്ല, ഒക്കെ നുണയാ. അവൾ ഒന്നും മറന്നിട്ടില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറക്കുമെന്ന് തോന്നുന്നുമില്ല. ഇന്നലെയും ഇന്നുമായി അവളിൽ കണ്ട മാറ്റങ്ങൾ ഓർത്തെടുക്കെ അവൻ്റെ ഹൃദയം വീണ്ടും വേദനിച്ചു. യദു, നീ നേരെ ഇരുന്നേ. എന്നിട്ട് നടന്നത് എന്താണെന്ന് വെച്ചാൽ എന്നോട് അതുപോലെ പറ. കണ്ണും നിറച്ച് തൻ്റെ തോളിൽ കിടക്കുന്നവനെ ബലമായി മുന്നിലേക്ക് പിടിച്ചിരുത്തി വസു ആ കണ്ണിലേക്ക് നോക്കി. ഏതൻ ഒരു നെടുവീർപ്പോടെ ഇന്നലെ മുതൽ ഇന്ന് ക്ലാസ്സിൽ വെച്ചുണ്ടായത് വരെയുള്ള കാര്യങ്ങൾ മുഴുവനും ഏട്ടനോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാ കാര്യങ്ങളല്ലേ? ചൂണ്ടുവിരൽ താടിൽ തുമ്പിൽ തട്ടിയവൻ ഒന്ന് നേരെയിരുന്നു. അവനും മെല്ലെ മൂളി. ഇതിപ്പോൾ നീ പറയുന്നത് കേട്ടാൽ തോന്നുന്നുണ്ട് ആ കുട്ടി അതിനെ ഒന്നും ഇതുവരെ ഓവർകം ചെയ്തിട്ടില്ലെന്ന്. അല്ല, അതിപ്പോൾ നീയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? അവൻ്റെ മുഖത്ത് നോക്കിയത് ചോദിക്കുമ്പോഴാണ് ഏതൻ്റെ മുഖം കുനിഞ്ഞത്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടാ. അറിയാമേട്ടാ, പക്ഷെ ചെയ്തതും പറഞ്ഞതുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. ചോരത്തിളപ്പിൻ്റെ അഹങ്കാരത്തിൽ ചെയ്തത് പലതും തെറ്റാണെന്ന് ബോധ്യം വന്നപ്പോഴേക്കും ഒരുപാട് താമസിച്ചു പോയിരുന്നു. ഓരോ വാക്കിലും കുറ്റബോധം നിറച്ച് പറയുന്നവനോട് ഇനി എന്ത് മറുപടി പറയണമെന്ന് ഒരു നിമിഷം വസു ആലോചിച്ച് നിന്നു. സത്യമാണ്, അന്നത്തെ ചോരത്തിളപ്പിൽ ചെയ്തു പോയതാ. ആത്മാർത്ഥ സുഹൃത്ത് ഏതോ ഒരുത്തി കാരണം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ഒന്നുമല്ലാതെ നിൽക്കാൻ കാരണമായതിൻ്റെ ദേഷ്യം തീർക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തോ ചെയ്യുന്ന കാര്യത്തിൻ്റെ തീക്ഷ്ണതയോ ഒന്നും ആലോചിച്ച് കാണില്ല. അല്ലെങ്കിലും ആ നേരം ചെയ്യുന്നതൊക്കെ ശരിയായിട്ട് മാത്രമല്ലേ തോന്നുള്ളൂ. അന്നത്തെ ആ ശരിയാവും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം എന്നൊരിക്കലും ചിന്തിച്ചു കാണില്ല. ഞാൻ ഇനി എന്താ ഏട്ടാ? എങ്ങനെയാ അവളെ ഒന്ന്? മുഖം പൊത്തി ഏതൻ പിന്നെയും കുനിഞ്ഞിരുന്നു. യദു, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ പ്രധാനപ്പെട്ട അവയം ഏതാണെന്നറിയുമോ നിനക്ക്? തോളിലൊന്ന് തട്ടി വസു ചോദിച്ചതും ഏതൻ അവനെ കേൾക്കാനെന്ന പോലെ നിവർന്നിരുന്നു.
ഒരിക്കലും കാണാൻ സാധിക്കാത്ത, എന്നാൽ അവൻ്റെ സകലമാന ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ പാർട്ടിനെയും പോസിറ്റീവായും അല്ലെങ്കിൽ നെഗറ്റീവായും നിർത്തുന്നത് അവയവമാണ് നമ്മൾ ഒരു ഹൃദയത്തിൻ്റെ ചിഹ്നത്തിൽ ഒതുക്കി വെക്കുന്ന, സാക്ഷാൽ സൃഷ്ടാവിന് പോലും മുഴുവനായി പിടികൊടുക്കാത്ത അതിനെ നമ്മളൊക്കെ മനുഷ്യൻ്റെ മനസ്സ് എന്ന് വിളിക്കും. അതെന്ന് പറയുന്നത് നമ്മളെ ഒന്നിന് നൂറെന്ന പോലെ പറത്തിവിടുന്ന വാട്സപ്പ് ഇമോജികളോ അല്ലെങ്കിൽ ഹൃദയം രക്തം കയറിയിറങ്ങി പോകുന്ന ചോപ്പിൻ്റെ ഹൃദയമോ ഒന്നുമല്ലടാ. ഏതൻ ഒന്നും മനസ്സിലാവാത്ത പോലെ അവനെ മിഴിച്ചു നോക്കി. എങ്ങനെയാടാ നിനക്ക് ഞാനതൊന്ന് പറഞ്ഞു തരിക? അവൻ ചൂണ്ടുവിരൽ പിന്നെയും താടിയിൽ തട്ടാൻ തുടങ്ങി. എടാ, ഒരുവൻ്റെ മനസ്സെന്ന് പറയുന്നുണ്ടല്ലോ. വസു ഒരു നിമിഷം നിർത്തി. അത് ഈ ഉച്ചാം തല മുതൽ കാൽവിരൽ തുമ്പ് വരെ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോകുന്ന അവൻ്റെ മാനസികാവസ്ഥയാണെന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ഏതൻ കൂടുതൽ അവനെ കേൾക്കാൻ എന്ന പോലെ ആ കണ്ണിലേക്ക് നോക്കി. അതൊരു അത്രമേൽ നേർത്ത ഒരു സ്ഫടികച്ചില്ല് പോലെയാണടാ. പരുക്കനായ കൈയുടെ ഒരു സ്പർശം പോലും അതിന് മേൽ പോറലുണ്ടാക്കിയേക്കാം. പുറമേന്ന് നോക്കുമ്പോൾ അത്രമേൽ സൂക്ഷ്മമായ, എന്നാൽ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആഴം പോലും അറിയാൻ സാധിക്കാത്തത്ര പോൽ ആഴത്തിലുള്ള പോറൽ. അത് മതി പലപ്പോഴും ഒരു സുന്ദരമായ സ്ഫടികച്ചില്ലിനെ തകർത്ത് കളയാൻ. അങ്ങനെയുള്ളപ്പോൾ വാക്കുകൾ കൊണ്ട് നീ ഒരുക്കിയ തീച്ചൂള അവളെപ്പോലൊരു പാവം എങ്ങനെയാടാ അതിജീവിച്ചിട്ടുണ്ടാവുക? വസുവിൻ്റെ ചോദ്യത്തിൽ ഏതൻ പൂർണ്ണമായും തകർന്നു. ഇനി ഒരിക്കലും അവളെ രക്ഷിക്കാൻ പറ്റില്ല ഏട്ടാ. ഞാൻ അവളുടെ മുന്നിൽ നിന്ന് എന്നേക്കുമായി പോയാൽ അവൾ പഴയ പോലെ ആകുമോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ നിന്റെ മുന്നിലില്ലേ യദു? വെപ്രാളത്തോടെ ചോദിക്കുന്നവൻ്റെ ചോദ്യത്തിൽ വസുവിന് സങ്കടം തോന്നി. അവൻ മിഴികൾ ഉയർത്തി വസുവിനെ നോക്കി. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമായിരുന്നില്ലേ ഇത്രയും നാൾ? എന്നിട്ട് എന്തായി? മറുപടി ഏതുമില്ലാതെ അവൻ അങ്ങനെ അവനെ നോക്കി. ഇനിയിപ്പോൾ എന്തു ചെയ്യും ഏട്ടാ? നോക്കാം. എന്തൊക്കെ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ മറ്റു പല പ്രശ്നങ്ങളെയും വെച്ച് നോക്കിയാൽ അത്രയും വലിയ പ്രശ്നമൊന്നുമല്ല. എന്നാലോ ഒട്ട് ചെറിയ പ്രശ്നമല്ല താനും. എന്തായാലും ആദ്യം ഈ ഒളിച്ചുകളി അങ്ങ് നിർത്താം. ഇതിപ്പോൾ നിന്നെ കാണുമ്പോഴല്ലേ അവൾ തലകറങ്ങി വീഴുമെന്ന് നീ പറയുന്നത്? വീഴട്ടെ ഏട്ടാ. എടാ, പെട്ടെന്ന് കാണുമ്പോഴല്ലേ അവൾ വീഴുന്നത്. എന്നും കാണുമ്പോൾ വീഴുമോന്ന് നോക്കാം. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ ഇത് പാതിയിൽ ഇട്ടിട്ട് പോകില്ല ഞാൻ. അന്ന് ഞാൻ കരുതിയത് കാലങ്ങൾ പോകുമ്പോൾ പിള്ളേരല്ലേ ഒക്കെ മറക്കുമെന്നാ. പക്ഷെ ഒക്കെയും തുടങ്ങിയെടുത്ത് തന്നെയാണ് നിൽക്കുന്നതെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാതെ ഞാൻ എവിടെയും പോകുന്നില്ല. അതുപോലെ നിനക്ക്? മതിയേട്ടാ. ഇരുമ്പടക്കം തന്നെ കെട്ടിപ്പിടിക്കുന്നവൻ്റെ പുറത്ത് മെല്ലെ തട്ടിക്കൊടുക്കുമ്പോൾ മുന്നോട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആലോചനയിലായിരുന്നു വസു. ഇതേ സമയം ഫിസിക്സിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് എഴുന്നേൽക്കാൻ തുടങ്ങിയവളുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു രമ്യ. അപ്പോൾ എന്ത് തീരുമാനിച്ചു? മുന്നോട്ട് പഠിക്കാനോ അതോ അങ്ങേരെ കാണുമ്പോൾ തലകറങ്ങി വീഴാനും മൈഗ്രെയിൻ വരുത്താനുമോ? ഞാൻ പഠിച്ചോളാം. അത്രമേൽ ശബ്ദമില്ലാതെ. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. അയ്യോ, അത് വേണ്ടായേ. നീ നിനക്ക് വേണ്ടി ഒരു കുന്തവും ചെയ്യണ്ട. പെട്ടെന്നുള്ള രമുവിൻ്റെ പറച്ചിലിൽ ആമ്പൽ ഒന്ന് ഞെട്ടി. നീ ഇങ്ങനെ ഞെട്ടുകയും പിടിക്കുകയൊന്നും വേണ്ട. നീ ഇനി പഠിക്കുന്നുണ്ടെങ്കിൽ അതിനി മാമന് വേണ്ടി മാത്രം പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിനക്കിതുപോലെ ഇടയ്ക്ക് വെളിപാടുണ്ടാകും. അപ്പം തോന്നും ഈ പഠിത്തമൊക്കെ അങ്ങ് നിർത്താമെന്ന്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി നീ ഒന്നും നിനക്ക് വേണ്ടി ചെയ്യണ്ട. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താൽ മതി. അപ്പം പിന്നെ മെനക്ക് ചെയ്തോളുമല്ലോ. നല്ലോണം പുച്ഛിച്ച് രമു കയ്യും കൂപ്പി പറഞ്ഞതും ഇവിടെ മുഖം പിന്നെയും വാടി. എൻ്റെ ആമ്പലു, എന്താടി നീ ഇങ്ങനെ? തലയ്ക്ക് കയ്യും കൊടുത്ത് രമു പറയുമ്പോഴും അവിടെ ഒരാൾ നാളെ എങ്ങനെ സ്കൂളിലേക്ക് പോകുമെന്നുള്ള ടെൻഷനിലായിരുന്നു. അപ്പോൾ അടുത്ത പാട്ടിൽ കാണാവേ. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ടും തരണേ. നന്ദി.